السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കുറ്റിച്ചിറയിലെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ജമാഅത്തെ ഇസ്ലാമി ആദർശം, നയം, നിലപാടുകൾ എന്നിങ്ങനെയുള്ള തലവാചകങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് കുറച്ച് സമയം സംസാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അങ്ങനെ തീരെ അറിയാത്തവരാണ് ഈ പ്രദേശത്തുകാർ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പ്രദേശത്തിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ തന്നെയാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ശ്രദ്ധേയങ്ങളായ പല സംരംഭങ്ങളും സജീവമായി പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ സാന്നിധ്യം, ഈ പ്രദേശത്തുകാർക്ക് അതിലുള്ള പങ്കാളിത്തം, അതൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ സംഘടനകളെ മനസ്സിലാക്കുമ്പോൾ ബാഹ്യമായി കാണുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. ഒഴുക്കൻ മട്ടിൽ സാധാരണഗതിയിൽ പറയാൻ കഴിയുന്ന കുറച്ച് സംഗതികളുമുണ്ടാകും. നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന മതസംഘടനകളുടെ പൊതുവായ പ്രകൃതം വെച്ചും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പതിവ് ശൈലി പരിഗണിച്ചും അങ്ങനെ ആ കാണുന്നതൊക്കെ തന്നെ അവർക്ക് യഥാർത്ഥത്തിൽ പറയാനുള്ളൂ. ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലായി ഇത്തരം ഒന്നിലധികം സംഘടനകളോട് അടുത്ത് ബന്ധപ്പെടാൻ കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ഈ പറയുന്നത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെയാണ്. അല്ലാതെ അതിനേക്കാൾ വലിയ ആശയ തലങ്ങളൊന്നും, ഗഹനമായ ചർച്ചകൾ ആവശ്യമുള്ള സിദ്ധാന്തങ്ങളൊന്നും ഇവരുടെ അധിക പേരുടെയും കയ്യിലില്ല. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ച് ആ കാണുന്നതും കേൾക്കുന്നതും മതി, അതിലെല്ലാം ഉണ്ട് എന്ന് പറയുന്നതിൽ അതിശയോക്തിയൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നമുക്കറിയാവുന്ന, മനസ്സിലാക്കാൻ പെട്ടെന്ന് കാണുകയും ഗ്രഹിക്കുകയും ചെയ്യാവുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളും കർമ്മപരിപാടികളും അതിൻ്റെ വിശാലമായ ആ ഭൂമികയും ഇത് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. വളരെ വലിയ ആഴമുള്ള ചില സൈദ്ധാന്തിക അടിത്തറകളും വീക്ഷണങ്ങളുമുണ്ട്. ആ അടിത്തറകളും വീക്ഷണങ്ങളും ജമാഅത്തെ ഇസ്ലാമി സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല, അത് ദീനുൽ ഇസ്ലാമിലുള്ളതാണ്. പക്ഷേ ദീനുൽ ഇസ്ലാമിൽ നിന്ന് കാര്യങ്ങൾ അങ്ങനെ ഗ്രഹിച്ചെടുത്ത് നിലപാടെടുക്കാൻ പല കാരണങ്ങളാലും പലർക്കും കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നിടത്താണ് ജമാഅത്തെ ഇസ്ലാമി പ്രസക്തമാകുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഈ സംസാരത്തിൽ കുറച്ച് സമയം അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളിലേക്കും പോകാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല. അപ്പോൾ ആ ഒരു സ്വഭാവത്തിൽ സംക്ഷിപ്തമാക്കിയിട്ടാണ് ഞാൻ പറയുന്നതെങ്കിലും ഇതിൻ്റെ ആശയപരമായ അടിത്തറകളെ സംബന്ധിച്ച് ഞാനിവിടെ ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത്. എൻ്റെ സ്വന്തം വക അതിൽ യാതൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്കത് ശാന്തമായി കേട്ടു നോക്കാം. ഇതുപോലെ ഒരു ശാന്തമായ പ്രദേശമായതുകൊണ്ട് സാധാരണ നമ്മൾ കവലയോഗങ്ങളിൽ പ്രസംഗിക്കുന്നത് പോലെ ബഹളം വെക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ശ്രദ്ധാപൂർവം ഈ ചർച്ചയോടുകൂടെ ഉണ്ടാവണം എന്ന് ആമുഖമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാർ മാത്രമല്ല, മൊത്തം കേരളത്തിലെ ആളുകൾ, അത് കേരളത്തിലെ മാത്രമുള്ള ഒരു സവിശേഷ സാഹചര്യമാണ് ഒരു പക്ഷേ.
അതായത് ഒരുപാട് കേട്ടിരിക്കും. ആ കേട്ടതൊന്നും ജമാഅത്തുകാരുടെ നാവിൽ നിന്നായിരിക്കുകയില്ല. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുന്ന മതസംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പേജുകളിൽ നിന്നും സ്റ്റേജുകളിൽ നിന്നുമായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം തെറ്റിദ്ധാരണകൾ ഒന്ന് തിരുത്തി അതിൻ്റെ ശരിയായ വശം ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗവും കൂടിയാണ്, ആ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഇനത്തിലാണ് ഞാനിപ്പോൾ ഈ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ഈ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടുള്ള ഒരനുഭവമല്ല. ഇസ്ലാമിൻ്റെ ആധികാരികമായ, അന്തിമവും ആധികാരികവുമായ മാതൃക നമ്മളെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതിനു മുമ്പ് കുറേ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ അടിസ്ഥാനപരമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം തന്നെയാണ് ഉയർത്തിപ്പിടിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ആദർശവാക്യം എല്ലാ പ്രവാചകന്മാരും ഉയർത്തിയത് ഒരേ ആദർശവാക്യമായിരിക്കെ അവരുടെ കർമ്മപരിപാടികളിലും അതുപോലെ അവർ ഏറ്റെടുത്ത അജണ്ടകളിലും വലിയ വ്യത്യാസം കാണാൻ സാധിക്കും. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ കഥ പറയുന്ന ചില അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ഹൂദ് അല്ലെങ്കിൽ അഅറാഫ്, സൂറത്തുൽ ശുഅറാ, സൂറത്തുൽ അംബിയാ പോലെയുള്ള അധ്യായങ്ങൾ ഉദാഹരണം. ആ അധ്യായങ്ങളിലൂടെ ഒന്നങ്ങനെ കണ്ണോടിച്ചു നോക്കിയാൽ പൊതുവെ പ്രവാചകന്മാരുടെ കർമ്മപരിപാടികളെ കുറിച്ചുള്ള ഒരു ചിത്രം നമുക്കതിൽ നിന്ന് ലഭിക്കും. പിന്നെ സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ഖസസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കഥ പറച്ചിൽ എന്നാണ്. അതൊരു വലിയ കഥ പറച്ചിലാണ്. ഒരു കഥ മാത്രമല്ല, ഒരുപാട് ഉപകഥകളും ആ കഥ പറച്ചിലിൻ്റെ കൂടെ കടന്നു വരുന്നുണ്ട്. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥയാണ്. മൂസാ നബി, അപ്പോൾ ഈ പ്രവാചകന്മാരുടെ ഒക്കെ കാര്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രവാചകന്മാരെ നിങ്ങൾ പഠിക്കുമ്പോൾ പ്രവാചകന്മാരുടെ കർമ്മപരിപാടികൾക്ക് രണ്ട് വശങ്ങൾ കാണാമെന്നാണ്. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും ഒരേ കാര്യം മാറ്റമില്ലാതെ ഒരേ ശക്തിയിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. നാം എല്ലാ ജനപഥങ്ങളിലേക്കും പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരൊക്കെ ആ ജനങ്ങളോട് പറഞ്ഞത് അൻ യഅ്ബുദുല്ലാഹ്, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യണം, താഗൂത്തുകളെ ബഹിഷ്കരിക്കണം. അപ്പോൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, താഗൂത്തുകളെ ബഹിഷ്കരിക്കണം. താഗൂത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ശക്തികൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംരംഭങ്ങൾ എന്നിവയാണ് എന്ന് ആ പ്രവാചകന്മാർ അതിനെ അഭിമുഖീകരിച്ച ശൈലിയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലേക്ക് ഒരുപാട് വിസ്തരിച്ച് പറയേണ്ട കഥകൾ വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിലേക്ക് അത്ര വിസ്തരിച്ച് ഈ പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങളെ വിലയിരുത്തിയും വിശകലനം നടത്തിയും നമുക്ക് മുന്നോട്ട് പോകാൻ സമയക്രമം നമ്മെ അനുവദിക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: പ്രവാചകന്മാരുടെ എല്ലാവരുടെയും പ്രബോധന പ്രവർത്തനങ്ങൾ പഠിച്ചാൽ ആദ്യത്തെ ഒന്നാമത്തെ പ്രവാചകൻ മുതൽ അവസാനത്തെ പ്രവാചകൻ വരെ എല്ലാവരും ഒരേ ഒരു വശം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. മാറ്റമില്ലാത്ത ഒരു പൊതുതത്വം. അത് അള്ളാഹുവിനെ ഇബാദത്തെടുക്കണം എന്നുള്ളതാണ്. അൻ യഅ്ബുദുല്ലാഹ്, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം. അതേസമയം നിങ്ങൾ വീണ്ടും പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ചാൽ എല്ലാ പ്രവാചകന്മാരും ഒരേ കാര്യം പറഞ്ഞ് നടക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ഓരോ പ്രവാചകന്റെയും കർമ്മപരിപാടിയിൽ വലിയ വ്യത്യാസമുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പ്രവാചകൻ പ്രവർത്തിക്കുന്ന നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ എവിടെയാണോ പരിധി വിട്ടിട്ടുള്ളത്, എവിടെയാണോ വഴികേട് സംഭവിച്ചത്, അവിടെയാണ് പ്രവാചകന്മാർ കൈവച്ചത്. ഇതിനൊരുപാട് ഉദാഹരണം പറയാൻ പറ്റും. അമ്പരചുംബികളായ സൗധങ്ങൾ ഉണ്ടാക്കി അഹങ്കരിച്ചു കൊണ്ടിരുന്ന ജനതയിൽ വന്ന പ്രവാചകൻ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി നിഗളിച്ച് അഹന്ത കാട്ടി അതിൻ്റെ പേരിൽ അങ്ങനെ പരിധി വിട്ട് ജീവിച്ച ആളുകളിലേക്ക് വന്ന, ജനതയിലേക്ക് വന്ന പ്രവാചകന്മാർ ആ പ്രവണതകളെ നിശിതമായി വിമർശിച്ചതായിട്ട് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതിനൊക്കെ ഖുർആനിൽ ആയത്തുണ്ട്. ഞാനതിവിടെ ഉദ്ധരിക്കാത്തത്, അതിലേക്കൊക്കെ അങ്ങനെ കടന്നാൽ
ഒരുപാട് സമയം വേണ്ടി വരും എന്നതുകൊണ്ട് മാത്രമാണ്. ഇതിപ്പോ ഒരു മുഖവുരയാണ്. അതുകൊണ്ട് മുഖവുരയിൽ നമുക്ക് സമയം വിനിയോഗിക്കുന്നതിന് പരിമിതിയുണ്ട്. അതേസമയം സാമ്പത്തിക രംഗത്ത് ക്രമക്കേട് കാട്ടിയ ജനതയിലേക്ക് വന്ന പ്രവാചകൻ സാമ്പത്തിക രംഗത്ത് ജനത കാട്ടുന്നതെന്തോ അത് കാട്ടട്ടെ, അള്ളാഹുവിനെ ആരാധിക്കണം, അതേ എനിക്കറിയൂ, എന്നെ അതിന് വിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്തത്. ആ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനത്തിൽ ആ സാമ്പത്തിക ക്രമക്കേടുകൾക്കെതിരെയാണ് സംസാരിച്ചത്. ധാർമ്മിക ജീവിതത്തിൽ വിവാഹ ജീവിതമാണ് കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം. വിവാഹ ജീവിതത്തിന്റെ അടിസ്ഥാനം ആണും പെണ്ണും തമ്മിലുള്ള ഉടമ്പടിയാണ്. ആണും പെണ്ണും തമ്മിലുള്ള ഉടമ്പടി എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ ഒലിയും ഈ വരനും തമ്മിലുള്ള ഉടമ്പടി. ഈ നടപടിക്രമത്തെ ലംഘിച്ചുകൊണ്ട് പുരുഷന്മാരെ തന്നെ സമീപിച്ചു ലൈംഗികമായ ആവശ്യത്തിന് ഒരു ജനത. ആ ജനതയിലേക്ക് വന്ന പ്രവാചകൻ ലൂത്ത് നബി അലൈഹിസ്സലാം വളരെ ശക്തിയായി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കണം, ഈ വൃത്തികെട്ട സംസ്കാരത്തിൽ നിന്ന് സമ്പ്രദായത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതൊന്നുമല്ലാത്ത തികച്ചും വ്യത്യസ്തമായ വേറൊരു നാട്, വേറെ ഒരു സമൂഹം, വേറെ ഒരു ജനത, വേറെ ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഈജിപ്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഈജിപ്തിൽ ആ ഫറോവമാരുടെ മേധാവിത്വത്തിന് കീഴിൽ അങ്ങനെ പുഴുക്കളെ പോലെ കഴിഞ്ഞുകൂടിയിരുന്ന സ്വാതന്ത്ര്യമില്ലാത്ത അല്ലദീന യുദബ്ബിഹൂന അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും, അവരുടെ ആൺകുട്ടികളെ അറുകൊല ചെയ്തും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയും അങ്ങനെ ആ ജനതയുടെ ആത്മധൈര്യത്തെ ചോർത്തിക്കളഞ്ഞ് ഏകാധിപതികളായ ഫറോവമാരും ആ ഫറോവമാരുടെ വംശമായ കിബുത്തികളും അഴിഞ്ഞാടിയ ഒരു നാട്ടിൽ വന്ന പ്രവാചകൻ അൻയഅ്ബുദുള്ള, അള്ളാഹുവിന് വഴിപ്പെടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ബനീ ഇസ്രായേൽ വലാ തുഅദ്ദിബുഹും, ബനൂ ഇസ്രായേൽ ജനതയെ എന്റെ കൂടെ വിടണം, അവരെ നിങ്ങൾ ഇങ്ങനെ മർദ്ദിച്ചവശരാക്കരുത്. അപ്പൊ ഒരു പ്രവാചകന്റെ പണി ഒരു രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ വിമോചനമാണ്. കാരണം എന്താ? ആ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യത്തിൽ നിന്ന് അവിടത്തെ അധികാരവർഗം പരിധി വിട്ട് ഏകാധിപതികളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്, താന്തോന്നികളായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കം ഇതാണ്, ഓരോ രാജ്യത്തും എന്താണോ അടിസ്ഥാന പ്രശ്നം, ആ അടിസ്ഥാന പ്രശ്നത്തെയാണ് പ്രവാചകന്മാർ അഭിമുഖീകരിച്ചത്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ പ്രബോധനത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്. പ്രവാചകന്മാരുടെ പ്രബോധന പ്രവർത്തനങ്ങൾ പഠിച്ചാൽ രണ്ട് വശങ്ങൾ കാണാം. ഒന്ന്, എല്ലാ പ്രവാചകന്മാരും ഒരേ കാര്യം ഒരേ ശൈലിയിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, ഓരോ പ്രവാചകനും അവരുടെ കാലം, സാഹചര്യം, ദേശം, ചുറ്റുപാട്, അതിന്റെ ഉള്ളടക്കം, രാഷ്ട്രത്തിന്റെ ഉള്ളടക്കം, അതിനനുസരിച്ച് പ്രസക്തമായ വിഷയമെന്തോ അതിന്മേലാണ് അവരുടെ കർമ്മ പരിപാടികൾ കേന്ദ്രീകരിച്ചത് എന്നുള്ളതാണ്. ഈ ഒരു അടിത്തറയിലാണ് ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ആദർശ പ്രബോധനമുള്ളതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പറയുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി ആദർശം, നയം, നിലപാടുകൾ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. നയവും നിലപാടും നമ്മൾ ജീവിക്കുന്ന രാജ്യവുമായും സാഹചര്യവുമായും ചുറ്റുപാടുമായും അവസ്ഥകളുമായും ബന്ധപ്പെട്ടതാണ്. അതിനനുസരിച്ച് തന്നെ സ്വീകരിച്ചില്ലെങ്കിൽ പല വിപത്തുകളും പോകുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സ്വഭാവത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനം ഈ പ്രവാചക പാത പിന്തുടർന്ന് പ്രവർത്തിക്കുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ്. ഇതാണ് എൻ്റെ ഈ സംസാരത്തിന്റെ ആദ്യ ഭാഗത്ത്. ഇത് വേണമെങ്കിൽ വിസ്തരിക്കാം. അപ്പൊ ഇത് തന്നെ ഒരു വിഷയമാണ്, നമുക്കൊക്കെ സുപരിചിതവും നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നതുമായ വിഷയമാണ്. IPH എന്ന് പറയുന്ന പ്രസാധക സംഘം ഈ വിഷയകമായി തന്നെ ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, ഇവിടുത്തെ മതസംഘടനകളുടെയും ആദർശം അതല്ലേ? അതല്ല എന്ന് പറയേണ്ട ഒരു കാര്യവും നമുക്കില്ല. അത് തന്നെ ആയിക്കൊള്ളട്ടെ, അത്രയും സന്തോഷമാണ് നമുക്ക്. അവരും ഇതേ ആദർശം അംഗീകരിക്കുന്നു എന്നുള്ളതിൽ നമുക്ക് അസ്വസ്ഥതയല്ല ഉണ്ടാവേണ്ടത്, നമുക്ക് സന്തോഷമാണ്. ആകട്ടെ, അവരും നമ്മളും തമ്മിൽ ഈ യോജിക്കുന്ന ഒരുപാട് ബിന്ദുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിന്ദുവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശപരമായ നമ്മുടെ എല്ലാവരുടെയും അടിത്തറ ഒന്നാകുന്നു എന്നുള്ളത്. അൽഹംദുലില്ലാഹ്, 100 വട്ടം നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറയിൽ ജമാഅത്തെ ഇസ്ലാമി എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്, എന്തൊക്കെയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്, എന്തൊക്കെയാണ് ആളുകളോട് പറയുന്നത്, ഇതിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന ഇവിടെ അങ്ങാടികളിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. ആർക്ക് പോയാലും കിട്ടും. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ റുക്കുനാണോ കാർക്കുനാണോ എന്നൊന്നും ചോദിക്കാതെ പുസ്തകശാലകളിൽ ചെന്നാൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും.
അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇന്നത്തെ ഈ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ഓൺലൈൻ കോപ്പികൾ, നിങ്ങൾക്ക് എഡിഷനുകൾ, കോപ്പികൾ നിങ്ങൾക്ക് കാണാനാവും. അത് ഇംഗ്ലീഷിലും ഉറുദുവിലും ഇന്ത്യയിലെ ഏതാണ്ട് പ്രമുഖ ഭാഷകളിലൊക്കെ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. നമ്മുടെ ഈ നോട്ടുമ്മേൽ എഴുതുന്ന കുറെ ഭാഷകളുണ്ടല്ലോ, ഏതാണ്ട് ആ ഭാഷകളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയും കിട്ടും എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു പ്രസ്ഥാനമായതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശപരമായ വശം എന്താണ് എന്നത് അവ്യക്തമോ ദുരൂഹമോ അല്ല. ആർക്ക് വേണമെങ്കിലും ആ ഭരണഘടനയിൽ ഒരൊറ്റ ഇരിപ്പിന് വായിക്കാവുന്ന രീതിയിൽ വളരെ സംക്ഷിപ്തമായി അത് വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അതിന്റെ ഒരു കാമ്പ്, അതിന്റെ ഒരു സത്ത ഞാനിപ്പോൾ ഈ സദസ്സ് വെക്കുകയാണ്. ഭരണഘടനയിലുള്ളത് പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. അതിന്റെ ആശയം മുമ്പിൽ വെച്ചുകൊണ്ട് ലേശം വിസ്തരിച്ച് അതിന്റെ ഒരു മർമ്മം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ സംസാരത്തിൽ ആദർശം എന്ന നിലക്ക് ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. ആദർശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ആദർശത്തെക്കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. നമ്മുടെ നാട്ടിൽ മതസംഘടനകളിലൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആദർശ വ്യതിചലനം സംഭവിച്ചു എന്നാണ് വിമർശിക്കാറ്. അപ്പോൾ ഇതൊരു ഗുരുതരമായ പാതകമാണ്. അപ്പോൾ ആദർശ വ്യതിചലനം നമുക്കാർക്കും സംഭവിക്കാൻ പാടില്ല എന്നത് തീർച്ചയായും നമ്മൾ ഗൗരവത്തോടെ ജാഗ്രതയോടെ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൽ ഇലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഇലാഹ് എന്ന ഒരു വാചകം നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. ലാ മഅബൂദ ഫിൽ വുജൂദി ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായി എന്നർത്ഥം പറയും പലപ്പോഴും നമ്മൾ സൗകര്യത്തിന്. പക്ഷെ മലയാള ഭാഷയുടെ ആശയപരമായ ആശയം ഉൾക്കൊള്ളാനുള്ള ശേഷിക്കുറവ് പരിഗണിക്കുമ്പോൾ ഈ ആരാധന എന്ന ഒരു വാക്ക് ധ്വനിപ്പിക്കുന്ന അത്രയും ചെറുതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും ചില വശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അപ്പോ ലാ മഅബൂദ ഫിൽ വുജൂദി ബിഹഖിൻ ഇല്ലല്ലാഹ്, ഈ യഥാർത്ഥത്തിൽ ഇബാദത്തിന് അർഹനായിട്ട് അല്ലാഹുവല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ വാചകത്തിന്റെ ഈ ഇലാഹ് എന്നതിന്റെ ആശയം മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ നോക്കൂ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ, അപ്പോൾ ഈ ആകാശഭൂമികളിൽ അല്ലാഹുവിനെ കൂടാതെ അല്ലാഹുവല്ലാതെ വല്ല ഇലാഹുകളും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവല്ലാതെ വേറെ വല്ല ഇലാഹും ഉണ്ടായിരുന്നെങ്കിൽ ആകാശവും ഭൂമിയും തകർന്നേനെ, നാശമടഞ്ഞേനെ. അപ്പോ പൂജിക്കപ്പെടുന്ന വസ്തു എന്നതാണ് ഇലാഹ് എന്ന് വിചാരിക്കാം. പൂജിക്കപ്പെടുന്ന ഒരു വസ്തു മാത്രമാണ് ഇലാഹെങ്കിൽ, അതാണ് ഇലാഹിന്റെ വിവക്ഷയെങ്കിൽ, അങ്ങനത്തെ കോടിക്കണക്കിന് പൂജിക്കപ്പെടുന്ന വസ്തുക്കൾ ഉണ്ടായാൽ ആകാശവും ഭൂമിയും എങ്ങനെയാ തകരുന്നത്? അത് ആകാശത്തിന്റെയോ ഭൂമിയുടെയോ ദൈനംദിന നടപടിക്രമങ്ങളെ എങ്ങനെയാ ബാധിക്കുന്നത്? അതിലെന്ത് പ്രശ്നമാണ് ഉണ്ടാവാൻ പോകുന്നത്? നേരെ മറിച്ച് ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിയുടെ നോക്കി നടത്തിപ്പിൽ അവസാന വാക്ക് പറയേണ്ട ഒരു അതോറിറ്റി, ഒരു കേന്ദ്രം, അധികാര കേന്ദ്രം, അത് വലിയൊരു ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടല്ലോ. എത്ര ആകാശലോകത്ത് എത്രയായിരം ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. നമ്മുടെ ഈ ഒരു ചെറിയ സൗരയൂഥം മാത്രമല്ലല്ലോ, 7 ആകാശങ്ങളിലായിട്ട് നമ്മുടെ ഈ ബുദ്ധിക്ക് ഭാവനയിൽ കാണാൻ കഴിയാത്ത അത്രയും വലിയ ഒരു അത്ഭുത സുന്ദര വിശാല ഗഹന ഗംഭീരമായ ഒരു ലോകമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വലിയ ആ ലോകം മുഴുവൻ, പിന്നെ അതിന്റെ ഇടയിലുള്ള കാര്യങ്ങൾ, വമാ ബൈനഹുമാ എന്ന് ഖുർആൻ ചിലടത്ത് പറയുന്ന ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ളത്, മനുഷ്യൻ ഉൾപ്പെടെ ചെറു പ്രാണികളടക്കം. അപ്പൊ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യവസ്ഥാപിതമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വ്യവസ്ഥാപിതത്വം ഉണ്ടാക്കുന്നതിൽ എന്ത് നടക്കണം, എന്ത് നടക്കണ്ട, എങ്ങനെ നടക്കണം, എപ്പോൾ നടക്കരുത് എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ അങ്ങനെ ഒരു വ്യവസ്ഥ, ഒരു നോക്കി നടത്തിപ്പുകാരനില്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു. വിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും ചോദിച്ചിട്ടുണ്ട്, ഈ സൂര്യൻ അങ്ങ് അസ്തമിച്ചു ഒരു ദിവസം, എന്നിട്ടത് ഉദിച്ചു വരുന്നില്ല പിറ്റേ ദിവസം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ സൂര്യൻ അങ്ങ് ഉദിച്ചു എന്നിട്ട് പിന്നെ അസ്തമിക്കുന്നില്ല, നിങ്ങൾക്കൊന്ന് ഉറങ്ങണമെന്നുണ്ട്, റെസ്റ്റ് എടുക്കണമെന്ന് തോന്നുന്നുണ്ട്, പല രാത്രി നിങ്ങൾക്ക് ഒരു ലിബാസ്, ഒരു വസ്ത്രമാണ്, നിങ്ങൾക്ക് വിശ്രമിക്കാനുള്ളതാണ് എന്നൊക്കെ ഖുർആൻ പലയിടത്തും സൂചിപ്പിച്ചിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അങ്ങനെ സൂര്യൻ പിന്നെ അസ്തമിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഭൂമിയുടെ അടിയിലുള്ള നിങ്ങളുടെ നീരുറവ മൊത്തം ഈ രാജാധിരാജൻ അങ്ങ് വറ്റിപ്പിച്ചാൽ,
സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്കിന്റെ അവസാന ഭാഗത്ത് പറ്റും കാണാൻ സാധിക്കും. ഈ ഭൂമിയിലെ നിങ്ങളുടെ വെള്ളം മൊത്തം അങ്ങ് വറ്റി വരണ്ടുപോയി എന്ന് വെക്കാം, നിങ്ങൾക്ക് ആരാണ് നല്ല ശുദ്ധജലം തരിക? അപ്പൊ ഈ പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. നമ്മൾ അറിയാത്തതും നമുക്കറിയാത്തതുമായ, നമുക്ക് ഗൗരവം ബോധ്യപ്പെടാത്ത വലിയ ഒരു പ്രാപഞ്ചിക വ്യവസ്ഥിതിയുടെ നോക്കി നടത്തിപ്പ് എന്ന് പറയുന്ന ഒരു പണി ഇവിടെ നടക്കുന്നുണ്ട്. ഇതുമാത്രം വലിയ യുക്തിവാദികൾ പറയുന്നത് പോലെ ഇതുമാത്രം നോക്കാനും നടത്താനും ആരുമില്ലാതെ ഇത്ര വ്യവസ്ഥാപിതമായി നടക്കും എന്ന് പറയാൻ സാധാരണ മനുഷ്യന്റെ ബുദ്ധിയൊന്നും പോരാ. സാധാരണ മനുഷ്യന്റെ ബുദ്ധി വെച്ച് ഇത്രയും ആസൂത്രണത്തോടെ ഇത് നടക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു സൂത്രധാരകൻ വേണം, ഒരു പ്ലാനിങ് വേണം, ഒരു കൺട്രോൾ, ഒരു കേന്ദ്രം വേണം, ഒരു നടത്തിപ്പുകാരൻ വേണം. അല്ലാതെ ഇത്രയും വ്യവസ്ഥാപിതമായിട്ട് ഇത് നടക്കുകയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഇലാഹ്, നമ്മൾ വന്ന ചർച്ച വന്നത് അവിടെയാണ് നമ്മൾ എത്തിയത്. ഒരു ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധ്യൻ എന്നാണ് അർത്ഥമെങ്കിൽ, പൂജകളും വഴിപാടുകളും സ്വീകരിക്കുന്നവൻ എന്നതേ വിഷയമുള്ളൂവെങ്കിൽ, അങ്ങനെ പൂജകളും വഴിപാടുകളും കിട്ടുന്ന കുറെ ശക്തികൾ ഇവിടെ ഉണ്ടായി എന്ന് വെക്കുക. ആ ശക്തികൾക്കൊക്കെ പൂജ കൊടുത്തു എന്നും സങ്കല്പിക്കാം. എന്നതുകൊണ്ട് ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിയുടെ നിലനിൽപ്പിനെ അത് എങ്ങനെ ബാധിക്കാനാണ്? അതേസമയം ഇലാഹ് എന്ന് പറയുന്നത് ഇതിന്റെ നോക്കി നടത്തിപ്പുകാരനും ഇതിന്റെ അവസാന വാക്ക് പറയാൻ അധികാരമുള്ളവനുമാണ് എന്നതാണെങ്കിൽ, ആലോചിക്കണം, എന്നതാണെങ്കിൽ ഈ ആകാശങ്ങളുടെയും ഭൂമിയുടെയും കാര്യത്തിൽ അവസാന വാക്ക് പറയാൻ ഒന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആകാശവും ഭൂമിയും തകർന്നേനെ. അതാണ് അള്ളാഹു പറയുന്നത്. ഇത് ഏത് മനുഷ്യനും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. ആകാശഭൂമികളിൽ ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് രണ്ടും തകർന്നേനെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് തുടർന്ന് പറയുന്നു എന്ത്? സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അള്ളാഹുവിനെ കുറിച്ച് ആളുകൾ പലതും കരുതുന്നു. ഈ ആളുകൾ ധരിച്ചു വശായതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാം, ആരാണ് ഈ ഇലാഹ്? ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല, കഴിച്ച് ബാക്കി എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ആരാണ് ഇലാഹ്? ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രമേതോ അവനെയാണ് നമ്മൾ ഇലാഹ് എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചത്തിന് അങ്ങനെ ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത അധികാര കേന്ദ്രമുണ്ട്. അവന്റെ കൽപ്പന, ഓർഡറുകളാണ് ഇവിടെ നടപ്പാകുന്നത്. അവനെതിരെ ഒരു ഓർഡറും വരുന്നില്ല. അവന്റെ ഓർഡറിന് ഒരു സ്റ്റേയുമില്ല. നമ്മൾ സാധാരണ നമസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ട് സുന്നത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്ന പ്രബലമായ ദിക്റുകളിൽ, ഔറാദുകളിൽ ഉണ്ടല്ലോ, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അല്ലാഹുവേ, നീ നൽകിയാൽ തടയാൻ കഴിയുന്നവനില്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത. അല്ലാഹുവേ, നീ നൽകിയാൽ തടയാൻ കഴിയുന്നവനില്ല. വലാ മുഅതിയ ലിമാ മനഅത. നീ തടഞ്ഞാൽ പിന്നെ നൽകാൻ സാധിക്കുന്നവനുമില്ല. വലാ റാദ്ദ ലിമാ ഖളൈത. നീ ഒരു ഓർഡർ ഇട്ടാൽ അതിന് പിന്നെ സ്റ്റേ ഇല്ല. വലാ മുബദ്ദില ലിമാ ഹകംത. നിന്റെ തീർപ്പുകൾ മാറ്റിവെപ്പിക്കാൻ വേറെ ഒരു സങ്കേതമില്ല. എല്ലാ പ്രതാപവാന്മാരുടെ പ്രതാപങ്ങളും മുഴുവൻ ഐശ്വര്യവാന്മാരുടെ ഐശ്വര്യങ്ങളും, എല്ലാ പ്രതാപവാന്മാരുടെ പ്രതാപങ്ങളും എല്ലാ ഐശ്വര്യവാന്മാരുടെ ഐശ്വര്യങ്ങളും നിന്റെ പ്രതാപത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കീഴെ മാത്രമാണ്. ഇത് സത്യവിശ്വാസി വെറുതെ പറയുന്നതല്ല. ഇത് വലിയ ഒരു വിളംബരമാണ്. രാജാതിരാജന്റെ ശക്തി സ്വാധീനത്തെക്കുറിച്ചുള്ള അവന്റെ മുനാജാത്തിലൂടെ, നമസ്കാരം എന്ന അഭിമുഖത്തിലൂടെ രാജാതിരാജനെ കുറിച്ച് വന്ന ബോധ്യം വിളംബരം ചെയ്യുകയാണ് അവൻ. അപ്പൊ ഇലാഹ് എന്ന് പറഞ്ഞാൽ അതാണ്, അവസാന വാക്ക് പറയേണ്ട കേന്ദ്രമാണ്. ആ അവസാന വാക്ക് പറയേണ്ടവൻ പ്രപഞ്ചത്തിന്റെ നാഥനായത് എന്തുകൊണ്ടാണ്? അവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായതുകൊണ്ടാണ്. അപ്പോ ആ നാഥനെ നമ്മൾ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉള്ളവനോട് ചോദിച്ചാലേ കിട്ടൂ. ഇല്ലാത്തവൻ, ഒരാളുടെ കയ്യിൽ 5 പൈസയില്ല, അയാളോട് നിങ്ങൾ ചോദിച്ചാൽ കിട്ടുമോ? അപ്പൊ എന്തെങ്കിലും നൽകാൻ കഴിയണമെങ്കിൽ കഴിയുന്നവനോട് ചോദിക്കണം. അപ്പൊ യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ എല്ലാ വസ്തുക്കളുടെയും മേലെ ഉടമസ്ഥൻ അള്ളാഹു ആയതുകൊണ്ട് ഉടമസ്ഥനാരോ അവനോട് ചോദിച്ചാലേ ഉത്തരം കിട്ടൂ എന്നതാണ് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആശയം അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായി നമ്മോട് കൽപ്പിക്കാൻ അധികാരമുള്ളവനോ, നമുക്ക് സ്വന്തം നിലക്ക് അനുസരിക്കാൻ അർഹതപ്പെട്ടവനോ, നമ്മുടെ ആരാധനകൾക്ക് അവകാശപ്പെട്ടവനോ ആയി വേറെ ഒരു ശക്തിയുമില്ല എന്ന വലിയ ഒരാശയമാണ്. അത് വെറും ആരാധന എന്ന പരിമിതമായ തലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വീക്ഷണമല്ല.
ഇതാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ നിങ്ങൾക്ക് കാണാം. എനിക്ക് വേണമെങ്കിൽ ഈ നിന്ന നിൽപ്പിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് വിശുദ്ധ ഖുർആനിന്റെ ബലത്തിൽ നിങ്ങളോട് സംസാരിക്കാനാകും. പക്ഷേ അപ്പൊ നമുക്ക് ഇത് മാത്രമേ പറയാൻ പറ്റൂ. ഇന്നിവിടെ വേറെയും പല കാര്യങ്ങളിലേക്കും പോകേണ്ടത് കൊണ്ട് ഈ ഒരു ആശയപരമായ അടിത്തറ എന്ന് പറഞ്ഞാൽ അള്ളാഹു യജമാനനും ഉടമസ്ഥനും അധികാര കേന്ദ്രവും ഒക്കെയാണ്. അവൻ വെറും ആരാധ്യൻ മാത്രമല്ല. അതല്ലേ ഖുൽ അഊദു ബിറബ്ബിൽ നാസ് മലിക്കിൻ നാസ്, ജനങ്ങളുടെ രാജാവ്, ജനങ്ങളുടെ ഇലാഹ്, ജനങ്ങളുടെ രാജാവ്, ജനങ്ങളുടെ റബ്ബ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ആ അങ്ങനത്തെ രാജാവാണ് അള്ളാഹു. രാജാവാണെന്ന് പറഞ്ഞാൽ അവൻ അതിൻ്റെതായ അധികാരം, ഉടമസ്ഥത ഇതിന്റെ മേലെയുണ്ട്. അതുപോലെ ഉടമസ്ഥത വേറെ ആർക്കുമില്ല. വേറെ ആരും അവകാശപ്പെടാനും പാടില്ല. അവകാശപ്പെട്ടാൽ വകവെച്ചു കൊടുക്കാനും പാടില്ല. ഇനി ഞാൻ ഒരല്പം കൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞപ്പോ നമ്രൂദ് തർക്കിച്ചല്ലോ. സൂറത്തുൽ ബഖറയിൽ പിന്നെ ആയത്തുൽ കുർസിയുടെ തൊട്ടടുത്ത് നിങ്ങൾക്ക് കാണാമല്ലോ ആ ഭാഗം. അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ഈ ക്വിസ് നടത്തുന്ന ആളുകൾ ഒരൊറ്റ ആയത്തിൽ ഇബ്രാഹിം നബിയുടെ പേര് 3 സ്ഥലത്ത് വന്നത് എവിടാന്ന് ചോദിക്കാറുണ്ട്. ആ ആയത്ത് ഇതാണ്, അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹിമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക എന്ന് തുടങ്ങുന്ന ആയത്ത് ഓതി നോക്കൂ. അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും നമ്രൂദും തമ്മിലുള്ള തർക്കമാണ് പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ പിതാവായ വിഗ്രഹ നിർമ്മാതാവായ ആസറും തമ്മിലുള്ള തർക്കമുണ്ട്, സംശയമില്ല. ആ കാരണം എന്താ? അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ആരാധന, അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട നേർച്ച, അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന മറഞ്ഞ വഴിയിലെ സഹായം, അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന മറഞ്ഞ വഴിയിലൂടെ ഉപദ്രവം, ഇങ്ങനത്തെ എന്തും ആഗ്രഹിച്ചും ഒരാൾ അള്ളാഹുവിനെ മാത്രമേ സമീപിക്കാൻ പാടുള്ളൂ. ഒരു സംശയവും ആ കാര്യത്തിലില്ല. എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ അവനാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഉടമനോട് ചോദിച്ചാലേ കിട്ടൂ. അതുകൊണ്ടാണ്. നമ്മളിപ്പോ ഒരു കാറിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്, ചെങ്കുത്തായ ഇറക്കമാണ്, കാറിന്റെ ബ്രേക്ക് പോയി. ഡ്രൈവർ പറഞ്ഞു എന്നെ കൊണ്ട് ഇനി ഒരു നിർവാഹമില്ല, നിങ്ങൾ എന്താ ചെയ്യുക നോക്ക്. അപ്പൊ ഡോറ് തുറന്ന് പുറത്തേക്ക് ചാടിയാലോ? എന്നാ പിന്നെ വേഗത്തിൽ അപകടം പെട്ടും. മറ്റേത് കാറ് മൊത്തം അപകടപ്പെടുമ്പോൾ കിട്ടുന്ന അപകടത്തിന്റെ ആനുപാതികമായ പങ്കേ കിട്ടൂ. അപ്പൊ ചില ആളുകൾ വെപ്രാളപ്പെട്ട് ആദ്യം തന്നെ ചാടി, മറ്റവർക്കൊന്നും പറ്റൂല, ഇയാൾ അങ്ങനെ അങ്ങോട്ട് തീരും ചെയ്യും. വേറെ ചില ആളുകൾ എന്ത് ചെയ്യും? അവിടെ നിന്നിട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കും. ഇയാളുടെ വിശ്വാസം അനുസരിച്ച് ആരെ വിളിക്കുന്നതാണോ നല്ലത് അയാളെ വിളിക്കും. ആരാധനാരംഗം. അപ്പൊ ചിലപ്പം നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ബദരീങ്ങളെ വിളിക്കുന്നവരുണ്ടാകും, മുയ്യദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്നവരുണ്ടാകും. വേറെ മതസ്ഥരായ ആളുകൾ അവർക്ക് ഇതുപോലെ നാവിൽ വരുന്ന, എപ്പോഴും നാവിൽ വരിക, എപ്പോഴും വ്യവഹരിക്കുന്നത് എന്താ, അതാ നാവിൽ വരിക. അങ്ങനെ നാവിൽ വരുന്നവരെ ഏതാണോ ആ മൂർത്തികളൊക്കെ വിളിക്കും. ഞാൻ ചോദിക്കുന്നു, ഇവർക്ക് ആരെങ്കിലും ഈ പ്രാപഞ്ചിക വ്യവസ്ഥിതിയുടെ നോക്കി നടത്തിപ്പിൽ വല്ല പങ്കുമുണ്ടോ? ഒരു കല്ല് അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കൊമ്പ്, നമ്മൾ പറയുമല്ലോ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന്. അപ്പൊ മരം ഇങ്ങനെ ഒരു മരത്തിന്റെ കൊമ്പിൽ ഈ കാർ ഇങ്ങനെ തങ്ങി നിൽക്കണം. ആ മരത്തിന്റെ കൊമ്പ് ചിലപ്പോൾ നേരത്തെ അത്ര താന്നിട്ടായിരിക്കൂല, അള്ള താഴ്ത്തിയതായിരിക്കും. കാരണം എന്താ? ഇത് അള്ളാന്റെ പ്രജയാണ് ഈ മരം. അപ്പൊ ഈ കാറിലുള്ള ആളുകളെ രക്ഷിക്കണം എന്ന് ഇതിന്റെ ഉടമ തീരുമാനിച്ചാൽ ഈ മരത്തിനോട് കൊമ്പ് ലേശം താഴ്ത്തി കൊടുക്കാൻ പറയാൻ അള്ളാഹ്ക്കൊരു പണിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കണ്ടേ? തീ തണുത്തു എന്നല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്? തീ തണുക്കുമോ? നിങ്ങൾ സങ്കല്പിച്ച് നോക്ക്. ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചു നോക്ക്, തീ തണുക്കുമോ എന്ന് വട്ട് കേസ് എന്ന് പറയും അവര്. പക്ഷെ നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? കുൽ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നമ്മൾ എന്നോളം, നമ്മൾ ജനിച്ച മുതൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ വല്യപ്പമാർ, പരിചയമുള്ള നമ്മുടെ തറവാട്ടിലെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് തീ ചൂടാണ്. അല്ലാതെ തീ തണുപ്പാന്ന് ആരും പറഞ്ഞ് നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ല. അങ്ങനെ നമുക്ക് തണുപ്പ് ചൂട് മാത്രമായിട്ട് അനുഭവപ്പെട്ട തീ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ തണുത്തു എന്ന് നമ്മൾ വിശ്വസിക്കാം. ഒഴുകി മാത്രം കണ്ടിട്ടുള്ള ചെങ്കടൽ ചരിത്രത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ നിലച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞു, വടി കൊണ്ടടിച്ചു, അടിച്ചപ്പോൾ അവിടെ പിളർന്നു, ഒഴുക്കവിടെ നിന്നു തൽക്കാലത്തേക്ക് എന്നാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ലേ? എന്താ അതിന്റെയൊക്കെ അർത്ഥം? പോയി ചെങ്കടലിന്റെ നാഥന് അവൻ വിചാരിച്ചാൽ അതിന്റെ ഒഴുക്ക് നിർത്തിവെക്കാൻ കഴിയും. കാരണം അത് അവന്റെ സൃഷ്ടിയാണ്. ഈ മരവും കല്ലുമൊക്കെ അങ്ങനെയാണ്. നമ്മൾ അപ്പൊ അള്ള കാത്തു എന്നല്ല നമ്മൾ പറയാം. നമ്മളുണ്ട് ഇറങ്ങിയിട്ട് അന്തസ്സായിട്ട് നിന്നിട്ട് പറയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നല്ല, അള്ള കാത്തതാണ്. അപ്പോ രാജാതിരാജനായ നാഥന്റെ കാരണം എന്താ? ഒരത്ഭുതവും നമുക്ക് ആ കാര്യത്തിലില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഇവന്റെ സൃഷ്ടിയാണ്. ഇതിന്റെ മേലെ എല്ലാം അവനെ ഉടമസ്ഥതയുള്ളൂ. അവനെ ഉടമസ്ഥതയുള്ളൂ. അവൻ കൽപ്പിച്ചാൽ അനുസരിക്കാത്ത ഒരു വസ്തുവുമില്ല.
അതുകൊണ്ട് ആ രാജാതിരാജൻ അവനോട് അഭ്യർത്ഥിക്കുമ്പോൾ അവൻ ആ ആജ്ഞ നമ്മളെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചാൽ അതിനുവേണ്ട ഏർപ്പാട് അവൻ ചെയ്യും. അത് നിർജീവ വസ്തുവും നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകും നമ്മളെ രക്ഷിക്കാൻ എന്നാണ് ഈ കഥകളിലൂടെ തീ തണുത്തതിന്റെയും അതുപോലെ സമുദ്രം അതിന്റെ ഒഴുക്ക് നിർത്തിയതിന്റെയും കഥകളിലൂടെ അള്ളാഹ് പഠിപ്പിക്കുന്നത് അതാണ്. അപ്പൊ ഞാൻ ഇതിനപ്പോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആരാധിക്കാൻ യഥാർത്ഥത്തിൽ അള്ളാഹ്ക്കേ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് ആ അള്ളാഹുവിനോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്നതുകൊണ്ടാണ്. ഇത് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയലാണ് കാര്യമായിട്ടും വിശുദ്ധ ഖുർആന്റെ പണി. ഏത് പറയല്? നിങ്ങൾ ഈ ആകാശഭൂമികളുടെ ഉടമസ്ഥൻ ആരാണെന്ന് അള്ളാഹ് ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ടല്ലോ. അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള, ആരാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്? എന്നിട്ട് മാനത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരുന്നത് ആരാണ്? ആ മഴ മൂലം ചേതോഹരങ്ങളായ തോട്ടങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ്? നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ ഒരു വിത്ത് മുളപ്പിക്കാൻ കഴിയുമോ? ഒരു ധാന്യത്തിന്റെ മണി, ഒരു പയറിന്റെ വിത്ത്, ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, ഒരു പയറിന്റെ വിത്ത് മണ്ണിനടിയിൽ പെട്ടു. സാധാരണ മണ്ണിനടിയിൽ എന്തെങ്കിലും പെട്ടാൽ അതങ്ങനെ ജീർണിച്ച് പൂതലിച്ച് ദ്രവിച്ച്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ധാന്യത്തിന്റെ മണി, ഈ പുല്ലിന്റെ മറ്റൊക്കെ കണ്ടിട്ടില്ലേ, മഴ പെയ്യുമ്പോ ആകെ കൂടി തഴച്ചു വളരുന്നു. 4-5 മാസം കൊടിയ ചൂടിൽ ഭൂമിക്കടിയിൽ മണ്ണിനടിയിൽ കേടുവരുന്നില്ല. ഏതോ ഒരു വാഗ്ദാനം പുലരാനുണ്ട് എന്ന കണക്കിൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ ഒരു വിത്ത് മുളപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ ഈ പയറൊക്കെ നട്ടെടുത്ത് പോയി നോക്കിയിട്ടുണ്ടോ? ഇനി ഈ അരി പിന്നെ നെല്ല് വിതച്ചിടത്തും ഇതൊക്കെ ഇപ്പോ കാണാൻ തന്നെ പ്രയാസമായിരിക്കും. അപ്പൊ നെല്ല് വയലിൽ നെല്ല് വിതച്ചിടത്ത് നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? വളരെ സൂചിമന, വളരെ ലോലമായ മന, ഒരു കോഴിക്കുഞ്ഞിന്റെ കാലിന്റെ വിരലിന്റെ തുമ്പ് തട്ടുമ്പോഴേക്ക് പൊട്ടിപ്പോകാവുന്ന അത്രയും ദുർബലമായ മുന. ഇത് മണ്ണിന്റെ ശക്തമായ മുകൾ പാളിയെ പിളർത്തി പുറത്തേക്ക് വരും. അപ്പൊ പയറൊക്കെ മുളച്ചാൽ കാണാം ഒരു ചെറിയ അടുക്ക്, മണ്ണിന്റെ ചെറിയ ഒരടുക്ക് പൊട്ടിയിരിക്കും. ആരതിനുള്ള കരുത്ത് ഇതിന് കൊടുത്തത്? അതാണ് അള്ളാഹ് ചോദിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചാൽ ഈ വിത്ത് മുളപ്പിക്കാൻ കഴിയുമോ? ഈ സംഗതികളൊക്കെ നിത്യേന നിങ്ങൾ കാണുന്നില്ലേ? ഈ ദൈനംദിന പ്രതിഭാസങ്ങളുടെ പിന്നിൽ അല്ലാഹുവല്ലാത്ത വേറെ ഒരു അധികാര കേന്ദ്രമുണ്ടോ? അതാണ് ചോദ്യം. ഇലാഹ് എന്നതിനാകെ ആരാധ്യൻ എന്ന് മാത്രം അർത്ഥം പഠിച്ചു വെച്ചാൽ വിശുദ്ധ ഖുർആനിലെ ഡസൻ കണക്കിന് ആയത്തുകളുടെ ആശയം തന്നെ മനസ്സിലാവില്ല എന്ന് ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവപ്പെട്ടതാണ് വിഷയം. അമ്മൻ ജഅലൽ അർള ഖറാറൻ, എന്നിട്ട് അല്ലാഹു വീണ്ടും ചോദിക്കാൻ, ആരാണ് ഭൂമിയെ വാസയോഗ്യമാക്കിയത്? എന്നിട്ട് അതിന്റെ നടുവിലൂടെ പുഴ ഒഴുക്കിയതാരാണ്? എന്നിട്ട് പർവ്വതങ്ങളെ കൊണ്ട് നങ്കൂരമിടിയിപ്പിച്ചതാരാണ്? രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ മറയുണ്ടാക്കിയതാരാണ്? ഈ കാര്യം നടത്തുന്നതിൽ അള്ളാഹുവിനോടൊപ്പം വേറെ ഒരു അധികാര കേന്ദ്രമുണ്ടോ? അപ്പൊ ഇലാഹ് എന്ന് പറയുന്നത് ഇതൊക്കെ ഇപ്പൊ നമ്മൾ എവിടുന്ന പോകുന്നതെന്ന് ഓർക്കണം. അതായത് അലംതറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, ആ ആയത്തിന്റെ അർത്ഥം പറയുന്നതിന്റെ ഇടയിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങളിലേക്ക് വന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, ആര് അലംതറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിന്റെ റബ്ബിന്റെ കാര്യത്തിൽ തർക്കിച്ചവനെ നീ കണ്ടില്ലയോ? ആരാ തർക്കിച്ച ആള്? നമ്രൂദ്. എന്തിനാ തർക്കിച്ചതെന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി അതിൽ നമ്മൾ വേറെ തർക്കിക്കണ്ട. എന്തിലാ തർക്കിച്ചത്? അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അള്ളാഹു അയാൾക്ക് ലേശം ആധിപത്യം കൊടുത്തിട്ടുണ്ട്, ലേശം അധികാരം. നമ്രൂദിന്റെ ഒരു രാജ്യത്തിന്റെ ആധിപത്യം ഉണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് അള്ളാഹ് പറയുന്നത്. അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അയാൾക്ക് ലേശം അധികാരമുണ്ട്. ആ ലേശം അധികാരത്തിന്റെ ബലത്തിൽ, ലേശം എന്ന് ഞാൻ എൻ്റെ ഒരു പരിഭാഷ പറഞ്ഞതാണ്, അല്ലാതെ ലോകത്തിന്റെ മുഴുവൻ ഭരണാധികാരി ആയിട്ടില്ലല്ലോ നമ്രൂദ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അധികാരം, ഒരു രാജ്യം, ഒരു പ്രദേശം അയാൾക്കുണ്ട്. ആ അധികാരത്തിന്റെ ബലത്തിൽ ഇബ്രാഹിം നബിയോട് തർക്കിക്കണം. എപ്പോഴാ തർക്കിക്കണത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ലാഹുവാണ് റബ്ബും ഇലാഹും. ഇത് മാത്രം ഒന്ന് വിശകലനം ചെയ്തിട്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇബ്രാഹിം നബി പറയുന്നത് എന്താ? അല്ലാഹുവാണ് റബ്ബും ഇലാഹും, വേറൊരു റബ്ബും ഇലാഹും ഇല്ല. അപ്പോ നമ്രൂദിനെ തീരെ പിടിച്ചില്ല. നമ്രൂദ് ചോദിച്ചു, ആരാ നിന്റെ റബ്ബ്?
ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി, റബ്ബിയല്ലദീ യുഹ്യീ വയുമീതു, എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനാണ്. ഓഹോ, അതാണ് കാര്യം. ആരെവിടെ? ഇയാൾ രാജാവാണല്ലോ, ആരെവിടെ? അപ്പോൾ ഒരു ഭടൻ വന്നു, രണ്ടുപേരെ കൊണ്ടുവരാൻ പറഞ്ഞു. രണ്ടുപേരെ കൊണ്ടുവന്നു. ഒരുത്തൻ്റെ തല വന്ന പാടെ വെട്ടി, മറ്റൊന്നോട് പോയിക്കോന്നും പറഞ്ഞു. അപ്പം എന്താ, ജീവിപ്പിക്കലും മരിപ്പിക്കലും നടത്തല്ലോ. ഒരാളെ കൊന്നു, മറ്റൊന്നോട് വിട്ടു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആരെങ്കിലും അള്ള ചെയ്യണ പണി ഞാനും ചെയ്യും, അള്ള ജീവിപ്പിക്കും മരിപ്പിക്കും ചെയ്യും എന്ന് ഇബ്രാഹിം നബി പറയുമ്പോൾ അതാണോ സംഗതി? അത് ഞാനും ചെയ്യല്ലോ. ഒരുത്തനെ ജീവിപ്പിച്ചു, മറ്റൊന്നെ മരിപ്പിച്ചു, ഇങ്ങനെ അള്ള ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്യും എന്നല്ല നമ്രൂദിന്റെ വാദം. എന്ന് ഞാൻ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ, ഇത്രയും ചെയ്തപ്പോ, ഇത്രയും കണ്ടപ്പോ ഇബ്രാഹിം നബിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇയാൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇബ്രാഹിം നബി കുറച്ചും കൂടി മുന്നോട്ട് കടന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞു. എന്താ കാര്യം? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നു. ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ കിഴക്ക് എന്ന് പറയുമ്പോൾ ചൂണ്ടുന്നിടത്തായിരിക്കില്ല ചിലപ്പം കിഴക്ക്. നിങ്ങൾ അതിന്മേലല്ല നോക്കേണ്ടത്. എന്നോടൊക്കെ ഒരു ദിവസം ഒരു പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കിഴക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചൂടി അവിടെ പടിഞ്ഞാറാണ്. അപ്പോൾ മൂപ്പര എമ്മലാണ് കൂടിയിട്ടുള്ളത്. വിഷയം അതല്ല. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അതൊക്കെ ആംഗ്യം കാണിക്കാനല്ല, നമ്മളിവിടെ ദിശ തീരുമാനിക്കാൻ വന്നതല്ല. അപ്പോൾ അതുകൊണ്ട് ഈ അല്ലാതെ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നു. ഇവിടെ കിഴക്കും പടിഞ്ഞാറും നമുക്ക് മനസ്സിലാവും, കാരണം ഇപ്പുറത്ത് കടലുള്ളതുകൊണ്ട്. അപ്പോൾ ഈ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ നീ ഇപ്പൊ ജീവിപ്പിക്കും മരിപ്പിക്കും ചെയ്യും, ഇപ്പൊ ഇവിടെ കാണിച്ചും ചെയ്തല്ലോ, സമ്മതിച്ചു, ഓക്കെ. എന്നാ അള്ള ചെയ്യണ ഒരു പണി കൂടി ഞാൻ പറയാം. അള്ള സൂര്യനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കൊണ്ടുപോകുന്നു. നിനക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാറ് നിങ്ങോട്ട് കിഴക്കോട്ട് കൊണ്ടുപോവാ. ഇതാണ് ഇബ്രാഹിം നബിയുടെ വാദം. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ഇന്നത്തെ മതപണ്ഡിതന്മാരായിരുന്നെങ്കിൽ അവർ തർക്കിക്കൂലേ, ഇപ്പൊ സൂര്യനെ കൊണ്ട് തന്നെ നടത്തണത് ഞാനാണ്, ഇപ്പൊ സൂര്യൻ പോയി കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോകണത് ഞാൻ നടത്തണതുകൊണ്ടാണ്, നിന്റെ അള്ളാഹ്ക്ക് കഴിയുമെങ്കിൽ പടിഞ്ഞാട്ടുനിന്ന് കിഴക്കോട്ട് പോട്ടെ എന്ന് തർക്കിക്കുമായിരുന്നല്ലോ നമ്മുടെ ഇപ്പോഴത്തെ മതപണ്ഡിതന്മാർ. ആ നിലവാരത്തിലാണ് പലതും ഉള്ളത്. പക്ഷെ അള്ളാഹ് തൗഫീഖ് ചെയ്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രതിയോഗിയായ നമ്രൂദ് മാന്യനാണ്. അതുകൊണ്ട് അങ്ങനെ തർക്കിക്കാനൊന്നും പോയില്ല. അള്ളാഹ് തന്നെ പറയട്ടെ, ഫബുഹിത്തല്ലദീ കഫർ. നമ്രൂദ് ഉത്തരം മുട്ടി, മൂപ്പർക്കൊന്നും പറയാനില്ല. എന്താ കാരണം? അത് ചെയ്യുന്നത് ഞാനാണെന്ന് നമ്രൂദിന് വാദമില്ല. അപ്പൊ വാദമില്ലാത്ത കാര്യത്തിൽ തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ സൂര്യന്റെ റൂട്ട് നിശ്ചയിക്കുന്നത് ഞാനാണ് എന്ന് നമ്രൂദിന് വാദമില്ലാത്തത് കൊണ്ട് ഈ ആവശ്യം ഇബ്രാഹിം നബി ഉന്നയിച്ചപ്പോ നമ്രൂദ് സമ്മതിച്ചു കൊടുത്തു. അത് നിന്റെ അള്ളാഹ് തന്നെ ആയിക്കോട്ടെ. ഫബുഹിത്തല്ലദീ കഫർ. അള്ളാഹ് പറയാണ്, നിഷേധി അവിടെ ഉത്തരം മുട്ടി. അപ്പൊ എന്താ നമ്രൂദിന്റെ തർക്കം? അതും വേണമല്ലോ നമ്മൾ നോക്കാം. അതായത് രണ്ടാളെ കൊന്നു, ഒരാളെ കൊന്നു, ഒരാളെ വെറുതെ വിട്ടു. അത് കണ്ടപ്പോ ഇബ്രാഹിം നബി സൂര്യന്റെ റൂട്ടിനെ കുറിച്ച് പറഞ്ഞു. സൂര്യന്റെ റൂട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിഷേധി ഉത്തരം മുട്ടി എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ എന്താണ് നമ്രൂദിന്റെ വാദം? നമ്രൂദിന്റെ വാദം എന്ന് പറഞ്ഞാൽ, എൻ്റെ രാജ്യം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശമുണ്ട്. അവിടെ മുമ്പ് എൻ്റെ അച്ഛനായിരുന്നു. അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോ രാജകുടുംബായതുകൊണ്ട് എനിക്കാണ് ഇപ്പൊ അധികാരം. ഇപ്പൊ എൻ്റെ നാവാണ് ഇവിടുത്തെ നിയമം. ഇവിടെ എന്ത് നടക്കണം എന്ന് നടക്കണ്ടെന്ന് ഞാനാ തീരുമാനിക്കണത്. ഇയാൾ മരിക്കട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു, അയാൾ ജീവിച്ചോട്ടെ എന്ന് ഞാൻ വെച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പഠിപ്പ് മുടക്കല്, പിക്കറ്റിങ്, അതുപോലെ സമരം, ധർണ, ഒന്നുമില്ലല്ലോ. കണ്ടില്ലേ, അവൻ ചത്തു, ഇവൻ ജീവിച്ചു. അപ്പൊ ഈ രാജ്യത്ത് എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള സ്വതന്ത്ര അധികാരം എനിക്കാണ്. അങ്ങനെയാണ് എൻ്റെ അച്ഛൻ ഭരിച്ചിരുന്നത്, അങ്ങനെ തന്നെയാണ് ഞാനിപ്പോ ഭരിക്കണത്. ഈ സ്വതന്ത്ര അധികാരം നിന്റെ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തിട്ട് നിന്റെ അള്ള പറയും പോലെ ഞാൻ ചെയ്തൂടൂ എന്നല്ലേ ഇബ്രാഹിമെ നീ പറയുന്നത്? അത് സമ്മതിച്ചു തരാൻ പറ്റൂല. ഇതാണ് തർക്കം. അപ്പോ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി എന്ന ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുകൊണ്ട് ബോധ്യപ്പെട്ടില്ലെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥയിലേക്ക് വരൂ. ഈജിപ്തിൽ മൂസാ നബി അലൈഹി സ്വലാം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അടിമത്തത്തിന്റെ കടുകട്ടിയുള്ള കാർമേഘങ്ങൾക്ക് കീഴിൽ കീടങ്ങളെ പോലെ കഴിഞ്ഞുകൂടിയ പാവപ്പെട്ട ഒരു ജനത അവിടെ ഈജിപ്തിൽ രണ്ട് കൂട്ടരുണ്ട്. ഏതാണ്ട് ഇന്ത്യ മുസ്ലിങ്ങളുടെ കഥയാണ് ഈജിപ്തിന്റെ കഥ. രണ്ട് കൂട്ടരെന്ന് പറഞ്ഞാൽ, ഒരു കൂട്ടര് ഫാസിസ്റ്റുകളായ ഫറോവയും ഫാസിസ്റ്റ് അനുയായികളായ കിബിത്തികളും എന്ന് പറഞ്ഞാൽ ഫറോവന്റെ ആ വംശജരിൽപ്പെട്ടവരും, കോപ്റ്റിക് ആ വംശത്തിൽപ്പെട്ടവര്. അതേസമയം രണ്ടാമത്തെ വശം എന്താണ്? രണ്ടാമത്തെ വിഭാഗം മുസ്ലിം ന്യൂനപക്ഷം. മൂസാ നബിയുടെ കാലത്തെ മുസ്ലിങ്ങളാണല്ലോ ഈ ബനോ ഇസ്രായേൽ. ഈ ബനോ ഇസ്രായേൽ സമൂഹം എന്ന് പറഞ്ഞത് റോഡ് വക്കിൽ കെട്ടിയ ചെണ്ട പോലെ ആർക്കും മുട്ടാം, ആർക്കും തട്ടാം. നമ്മളിപ്പോഴത്തെ മുസ്ലിങ്ങളെ പോലെ തന്നെ ഇങ്ങനത്തെ ഒരു ദുരവസ്ഥയിലാണ്. ഇവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാം വരുന്നത്.
മൂസാ നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവിടെ നമ്രൂദ് പറഞ്ഞു, നമ്രൂദിനോട് അമ്രൂദിന്റെ നാട്ടിൽ ഇബ്രാഹിം നബി പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മൂസാ നബി അലൈഹി സ്വലാം അങ്ങ് വിളംബരം ചെയ്തപ്പോ ഫറോവ ചൂടായി. എന്നിട്ട് ഖുർആൻ തന്നെ പറയാൻ വനാദാ ഫിർഔനു ഫീ ഖൗമിഹി, ഫറോവ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഫറോവ വലിയ പത്രസമ്മേളനം വിളിച്ചു. വലിയ പത്രസമ്മേളനം വിളിച്ചു ഫറോവ. വനാദാ ഫിർഔനു ഫീ ഖൗമിഹി അലൈസ ലി മുൽക്കു മിസ്ർ, ഖുർആനായത്താട്ടാ ഞാൻ ഈ പറയണത്. അലൈസ ലി മുൽക്കു മിസ്ർ, ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ? വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ സമുദ്രങ്ങളൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്റെ നിയന്ത്രണത്തിലല്ലേ? ജലത്തിന്റെ മേലെ, വെള്ളത്തിന്റെ മേലെയുള്ള അവകാശവാദം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉന്നയിച്ചത് എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഈ ഫറോവയാണ്. ആധുനിക ഫറോവമാർ ജലത്തിന്റെ മേലെ ഉടമസ്ഥതയ്ക്ക് വേണ്ടിയും പാവപ്പെട്ടവന്റെ ജലം ഊറ്റിക്കുടിക്കുന്നതിനു വേണ്ടിയും വലിയ കോള കമ്പനികൾ ഉണ്ടാക്കി വിലസിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആധുനിക ഫറോവമാർക്കെതിരെ ഒരു ശബ്ദവും മിണ്ടാതെ അങ്ങനെ ഒതുങ്ങിയിരിക്കലാണ് നമ്മളുടെ പണി എന്ന് ആര് പറഞ്ഞാലും അത് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുകയും സോളിഡാരിറ്റി പ്രവർത്തകർ ഫ്ലാറ്റ് മടയിൽ ഈ ജലാശയങ്ങളുടെ മേൽ ഉടമസ്ഥത അവകാശപ്പെട്ട് പാവപ്പെട്ടവരുടെ കുടിനീര് മുട്ടിച്ചുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന കുത്തക കമ്പനിക്കെതിരെ രംഗത്ത് വരികയും ചെയ്യുന്നത് യാദൃച്ഛികമല്ല എന്ന് ഞാൻ കൂട്ടത്തിൽ പറയുകയാണ്. അപ്പൊ വിഷയത്തിലേക്ക് നമുക്ക് വരാം. അങ്ങനെ ഈ പുഴയൊക്കെ ഒഴുകുന്നത് എന്റെ നിയന്ത്രണത്തിലല്ലേ, അഫലാ തുബ്സിറൂൻ, പിന്നെ എന്ത് മണ്ടത്തര അയാളാ പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പത്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, മൂസാ നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നതാണ് അതിന്റെ ആശയം എന്ന് സമ്മതിക്കാം, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ മൂസാ നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഈജിപ്തിന്റെ ആധിപത്യം എനിക്കല്ലേ എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ആരപ്പോ ഇവിടെ ആധിപത്യത്തെ കുറിച്ച് പറഞ്ഞത്? ആധിപത്യത്തിലൊന്നും ആരും ഒന്നും പറയാൻ പോയിട്ടില്ലല്ലോ. ഇവിടെ ആരാധനയുടെ വിഷയമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, മൂസാ നബി അലൈഹി സ്വലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഈ ജനതയോട്, ഈ ഈജിപ്ഷ്യൻ ജനതയോട് സ്വതന്ത്രമായി കൽപ്പിക്കാൻ അധികാരമുള്ളവനായി, ഈ ഈജിപ്ഷ്യൻ ജനതക്ക് സ്വന്തം നിലക്ക് അനുസരിക്കാവുന്നവനായി, അല്ലാഹു അല്ലാതെ വേറെ ഒരു ഇലാഹുമില്ല എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അപ്പൊ ഫറോവക്ക് മനസ്സിലായി, ഞാൻ ഇതുവരെ അനുഭവിച്ച സ്വതന്ത്രമായ, സർവതന്ത്ര സ്വതന്ത്രമായ, മേലെ ആകാശം താഴെ ഭൂമി, അതിന്റെ ഇടയിൽ ഞാൻ, വേറെ ആരുമില്ല ചോദിക്കാനും പറയാനും. എനിക്ക് തോന്നിയതെന്തോ അതാണ് നിയമം, അങ്ങനെയാണ് ഞാൻ. അതാണ് അവിടെ ഫറോവക്ക്, പിന്നെ നമ്രൂദിന് പറ്റിയത്, അതാണ് ഇവിടെ ഫറോവക്ക് പറ്റിയത്. അവിടെയാണ് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ഫറോവ ഇറങ്ങി വന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതേ ലാ ഇലാഹ ഇല്ലല്ലാഹയെ ഇതേ ഉള്ളടക്കത്തോടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിൽ പ്രചരിപ്പിച്ചല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കും, നിങ്ങൾ വിജയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ വിജയം അവിടെ നിന്ന് വിശദീകരിച്ചു വേറെ സന്ദർഭങ്ങളിൽ. രണ്ട് വിജയമുണ്ട്. ഒന്ന്, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരുത്തൻ പ്രഖ്യാപിച്ചാൽ അവന് സ്വർഗം ലഭിക്കും. സംശയമില്ലല്ലോ. വെറുതെ ദിക്ർ, ഈ അണ്ണാക്കുന്ന തൊണ്ടേന്ന് താഴോട്ട് പോകാത്ത ബഹളം മാത്രമാകുന്ന ദിക്റിനെ പറ്റിയല്ല പറയണത്. ദിക്ർ എന്ന് പറഞ്ഞത് ബഹളത്തിന്റെ പേരേ അല്ല. ദിക്റിന് ഇസ്ലാമികമായ മര്യാദ അള്ളാഹ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ മര്യാദകളെ കാറ്റിൽ പറത്തി ദിക്റുകൾ എന്ന് പറയുന്നത് വലിയ അഖണ്ഡനാമ യജ്ഞങ്ങളെ പോലെ, രോഗശാന്തി ശുശ്രൂഷകളെ പോലെ, ബൈബിൾ പ്രഘോഷണങ്ങളെ പോലെ മാസ്മരികതയുടെ വിസ്മയമായ ബഹളമായി മാറ്റിയത് പൗരോഹിത്യത്തിന്റെ സാമ്പത്തിക താല്പര്യം മാത്രമാണ് എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ കാരണം അള്ളാഹ് തന്നെ പറയുന്നുണ്ട് അതിനെപ്പറ്റി. ഞാൻ വേണമെങ്കിൽ നിങ്ങളെ കേൾപ്പിക്കാം. സൂറത്തുൽ ആറാഫിന്റെ അവസാന ഭാഗത്തുണ്ട്, അള്ളാഹ് പറയാം, നീ നിന്റെ റബ്ബിനെ നിന്റെ മനസ്സിൽ സ്മരിക്കുക, ഭയത്തോടും ഭക്തിയോടും കൂടി, വാക്കുകൾ ഉറക്കെയാക്കാതെയും. നോക്കൂ നിങ്ങൾ, നിന്റെ മനസ്സിൽ എന്ന് പറഞ്ഞിട്ട് അതിൽ നിർത്താതെ വാക്കുകൾ ഉറക്കെയാക്കാതെയും, പ്രഭാതത്തിലും പ്രദോഷത്തിലും എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും. അപ്പൊ രാവിലെയും വൈകുന്നേരവും നിന്റെ റബ്ബിനെ നിന്റെ മനസ്സിൽ വാക്കുകൾ ഉറക്കെയാക്കാതെ ഭയത്തോടും ഭക്തിയോടും കൂടി നീ സ്മരിക്കുക എന്നാണ് അള്ളാഹ് പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ ഇരുന്ന് ദിക്റില്ലോക്ക് അങ്ങനെ അധികം ചെല്ലാൻ പറ്റൂല. കാരണം അത് വേറെ ആരും കേൾക്കണില്ലല്ലോ. അപ്പൊ മൂപ്പർ എന്തൊരു ദിക്റാ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലെങ്കിൽ സ്വന്തം പ്രചോദനത്തോടെ ചെയ്യാൻ പറ്റൂ. അപ്പൊ കുറച്ചേ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ലൗഡ് സ്പീക്കർ ആക്കി വെച്ചിട്ട് ചെല്ലിയോക്ക്,
ഇതൊക്കെ നാട്ടുകാർ കേൾക്കുന്നുണ്ടല്ലോ, എന്നാലും മൂപ്പര് എപ്പോൾ തുടങ്ങിയതാ, എല്ലാ ദിവസവും ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് പ്രചോദനം കിട്ടും. ആ ദിക്റിന് കൂലിയില്ല, കാരണം അതാർക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ വിഷയം അതുകൊണ്ട് അള്ളാഹ് പറയാണ് വലാ തകും മിനൽ ഗാഫിലീൻ. ബഹളം ഉണ്ടാക്കരുത്. ബഹളം ഉണ്ടാകുമ്പോൾ അശ്രദ്ധയായി പോകും. ബഹളം ഉണ്ടാകുമ്പോൾ അശ്രദ്ധമായി പോകും. ഒറ്റക്ക് ചൊല്ലുമ്പോൾ ശ്രദ്ധ ഉണ്ടാവും. ശ്രദ്ധ വിട്ടാൽ പിന്നെ ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് അപ്പോൾ ഇതിപ്പോ ഞാൻ പറഞ്ഞത് ലാ ഇലാഹ ഖൂലൂ ലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കേണ്ടതുപോലെ ഉച്ചരിച്ച് നിലകൊള്ളേണ്ടതുപോലെ നിലകൊണ്ടാൽ അവന് സ്വർഗമുണ്ട്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. തർക്കമില്ല, നമുക്ക് വേഗം മനസ്സിലാവും, എല്ലാവർക്കും മനസ്സിലാവും. രണ്ടാമത്തെ വശം, പിന്നെ ഇസ്ലാമിക പ്രബോധനം പല റിപ്പോർട്ടുകൾ ഹദീസുകളിൽ കാണാം, ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ കാണാം. പിന്നെ ഇസ്ലാമിക പ്രബോധനം ലേശം പുരോഗമിച്ചു. ഒറ്റയും തെറ്റയുമായി കുറെ ആളുകൾ ഇതിൽ വരാൻ തുടങ്ങി. ആദ്യം വന്നത് അടിമകളും മർദ്ദനം അനുഭവവും പീഡനവും ഒക്കെ ഉള്ള ആളുകളും കൂടിയായിപ്പോയി. അങ്ങനെയൊക്കെ കൂടി ഇങ്ങനെ ഇത് എന്നാൽ കുറച്ചൊക്കെ പ്രമുഖരുമുണ്ട്. ഇങ്ങനെ ഇത് പുരോഗമിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഖുറൈശികൾ ഹാലിളകി. അവർ അബൂ താലിബിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, നിങ്ങളാ പേരക്കുട്ടി ഉണ്ടല്ലോ, അവനെ നിങ്ങൾ മര്യാദക്ക് നിർത്തണം. ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ടൊന്നല്ല, ഞങ്ങൾ നിങ്ങളെ വിചാരിച്ചിട്ടാണ്. ഞങ്ങൾ കൈകാര്യം ചെയ്താൽ പിന്നെ പരിധി വിട്ടുപോകും. ഏതായാലും നിങ്ങളോടൊന്ന് പറഞ്ഞ ശേഷം പിന്നെ വേണമെങ്കിൽ നോക്കാമെന്നുള്ള നിലക്കാണ് ഇപ്പം ഞങ്ങൾ വന്നത്. അപ്പോൾ അബൂ താലിബിന് തോന്നി ഇത് പോക്ക് ശരിയില്ലല്ലോ, എന്തായാലും മുഹമ്മദിനെ വിളിച്ചൊന്ന് ഉപദേശിച്ച് കളയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. അബൂ താലിബ്, എന്തിനാ മോനെ അവരൊക്കെ തെറ്റിക്കണം, അതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ. നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നമ്മുടെ മുമ്പത്തെ മഹല്ല് പ്രസിഡന്റ് ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. അങ്ങനത്തെ ടീമായി വന്നിരിക്കുന്നത്. കാരണം ഹറമൊക്കെ പണ്ടുണ്ടല്ലോ, ഈ മക്കും ഈ കാഴ്ബയും അതിൻ്റെ പരിപാലനമൊക്കെ ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരല്ലേ, എന്തിനാ അവരെ വെറുപ്പിക്കണത്? എന്നാൽ പിന്നെ അല്ല, ഞാനിപ്പോൾ അള്ളാനെ ആരാധിക്കണം എന്നുള്ള ഒരു പരിപാടിയല്ലേ അവരോട് പറഞ്ഞിട്ടുള്ളൂ, അതിനിപ്പോൾ അവർ ബേജാറാകേണ്ട കാര്യം എന്താ എന്നല്ല റസൂലുള്ളാഹിന്റെ മറുപടി. മറുപടി എന്താണെന്നറിയോ? നിങ്ങൾ ചരിത്രത്തിൽ നോക്കൂ. റസൂലുള്ളാഹിയുടെ മറുപടി അഖൂലു ലഹും കലിമ വാഹിദ. ഞാൻ അവരോട് ഒറ്റ കലിമത്തിന്റെ കാര്യമല്ലേ പറഞ്ഞിട്ടുള്ളൂ, കലിമ വാഹിദ, ഒറ്റ കലിമത്ത്. ഇദാ ഖുൽതുമുഹ, ആ കലിമത്ത് അവർ പ്രഖ്യാപിച്ചാൽ, പ്രഖ്യാപിക്കണമെങ്കിൽ ഉൾക്കൊള്ളണമല്ലോ. അപ്പോ ആ കലിമത്ത് അവർ പ്രഖ്യാപിച്ചാൽ തദീനു ലഹുമുൽ അറബ്, അറബികൾ അവർക്ക് കീഴ്പ്പെടും. വയുഅദ്ദി ഇലൈഹിമുൽ അജമു അൽ ജിസിയ, അനറബികൾ അവർക്ക് ജിസിയ നൽകുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ അറബും അനറബും ഇവരുടെ ആധിപത്യത്തിന് കീഴിൽ വരാൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമല്ലേ ഞാൻ അവരോട് പറഞ്ഞത്. അവനെന്തിനാ അതിന് ബേജാറാകുന്നത്? ഇതാണ് റസൂലുള്ളാഹിയുടെ മറുപടി. ആ മുദ്രാവാക്യം കൊണ്ട് ഈ റസൂൽ ആ അറേബ്യയിൽ നോക്കണം, ആ മുദ്രാവാക്യവുമായി ഈ റസൂൽ ആ അറേബ്യയിൽ വെറും 23 കൊല്ലക്കാലം അവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ മക്കയും മദീനയും അടങ്ങുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയാണ്. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ ഇതിൽ? ഇല്ലല്ലോ. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഓറിയന്റലിസ്റ്റുകളായ ആളുകൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. മൈക്കിൾ എച്ച് ഹാർട്ട് ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം നേടിയ 100 ആളുകളെ കുറിച്ച് പഠിച്ചപ്പോൾ 1ാമത്തെ സ്ഥാനം ഈ പ്രവാചകന് നൽകിയിട്ട് അതിന് കാരണം പറഞ്ഞത് ആത്മീയതയെയും ഭൗതികതയെയും ഇങ്ങനെ മനോഹരമായി യോജിപ്പിച്ചു വെച്ച വേറെ ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. യോജിപ്പിച്ച് പുസ്തകം എഴുതി വെച്ച ആളല്ല, അങ്ങനെ ഒരു ജനതയെ വളർത്തിയെടുത്തു. അതാണ്, അങ്ങനെ ഒരു ജനതയെ വളർത്തിയെടുത്തിട്ട് ഈ ആധുനിക ലോകത്തും അതേ ജനത അതേ രീതിയിൽ അതേ ഉള്ളടക്കത്തോടെ, ഇത് വലിയൊരു അത്ഭുതമല്ലേ. അതാണ് മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് പേഴ്സണാലിറ്റീസ് ഇൻ വേൾഡ് ഹിസ്റ്ററി, ദി 100 എന്ന് പറയുന്ന പുസ്തകത്തിൽ അങ്ങനെയാണ് ഈ മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞത്. അപ്പൊ ഞാനിപ്പോൾ അത് ഓർത്തത്, അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞത് പ്രവാചകന്റെ ആ നിലപാടിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സ്വഭാവവും പ്രകൃതവും അതാണ് എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ നമ്മൾ ഈ വിശാലതയോടെ ഉൾക്കൊള്ളണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് ഞങ്ങൾ മതത്തിലെ പ്രവർത്തിക്കൂ, നിങ്ങൾ ഞങ്ങളോട് അങ്ങനെ വെറുക്കുകയും ഞങ്ങളെ പിന്നാലെ കൂടുകയൊന്നും വേണ്ട, ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ബേജാറുണ്ടാവില്ല, നിങ്ങളെ ഉറക്കം കെടുത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ പോകാൻ നമുക്ക് കഴിയോ? നിങ്ങൾ പ്രവാചകന്മാരുടെ ചരിത്രം പഠിച്ചു നോക്ക്. പ്രവാചകന്മാർക്ക് എന്തുകൊണ്ടാണ് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത വല്ല പ്രവാചകനും ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട്? അതത് കാലത്തെ അധികാര കേന്ദ്രങ്ങളെയും അതത് കാലത്തെ ആധിപത്യ സങ്കേതങ്ങളെയും ആകെ പിറകൊള്ളിച്ചുകൊണ്ടല്ലാതെ ഒരു പ്രവാചകന്റെ പ്രബോധനത്തെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആ വഴിയിലൂടെ പോയ എല്ലാവരും അങ്ങനെ തന്നെയാണ്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് നമ്രൂദിനോട് മുഖാമുഖം നിന്ന പോലെ, മൂസാ നബി അലൈഹിസ്സലാം ഫറോവയോട് മുഖാമുഖം നിന്ന പോലെ, ആധുനിക ഫറോവമാരോടും ആധുനിക നമ്രൂദുമാരോടും ഇസ്ലാമിസ്റ്റുകൾ മുഖാമുഖം നിൽക്കുന്നതാണ്. അവരുടെ പിന്നാലെ തടവറകളും തൂക്കുകയറുകളും വെടിയുണ്ടകളും വരുന്നത് എന്ന ചരിത്ര വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിക്ക് എന്തെങ്കിലും തകരാറുണ്ടായത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമൂൻ ഈജിപ്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായത് കൊണ്ടല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കറിയാവുന്ന സിദ്ദീഖുൽ അക്ബർ കഴിച്ച് പ്രമുഖരായ സഹാബിമാരൊന്നും കിടക്കപ്പായിൽ കിടന്ന് മര്യാദക്ക് മരിച്ചവരല്ല. ഇസ്ലാമിക സമൂഹം കാരണം എന്താണ്? ഇസ്ലാമിന്റെ ഉള്ളടക്കം ഭീകരമായത് കൊണ്ടല്ല, ഇസ്ലാമിന്റെ ഉള്ളടക്കം ഇവിടത്തെ സ്വാർത്ഥംബരികളായ അധികാര കേന്ദ്രങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് കൊണ്ടാണ്. തെറ്റിദ്ധാരണൊന്നും വേണ്ട, അതുകൊണ്ടാണ്. ഇസ്ലാം ഒരു കുഴപ്പമില്ല, ഇസ്ലാം സമാധാനം എന്നത് മാത്രമാണ്, ഒരു സംശയവും വേണ്ട. പക്ഷേ ആ സമാധാനപൂർണ്ണം നടപ്പിലാക്കുന്ന പദ്ധതി പൂർണ്ണമായും പുലർന്നാൽ ഈ അധികാര കേന്ദ്രങ്ങൾക്ക് പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് അവരിതിനെ വേട്ടയാടാൻ അവർ ഇത് ഭീകരം എന്ന് പറയും. അത്രയൊന്നും ഭീകരമാകാതെ തന്നെ ഭീകരതയുടെ പട്ടം നമ്മുടെ സമുദായത്തിലെ ആളുകളെ തേടി വരുന്നുണ്ടല്ലോ. ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ മറ്റൊരു ഭാഗത്ത് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാം, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഒരു സ്വഭാവത്തിൽ ആദർശപരമായ അടിത്തറയെക്കുറിച്ച് മുസ്ലിങ്ങൾ ചിന്തിക്കുമ്പോൾ ജനാധിപത്യവും മതേതരത്വവും രൂപപ്പെട്ടു വന്നതിന് ശേഷം ഉള്ള ആശയങ്ങളെ കൊണ്ട് നടക്കുന്ന പരിപാടിയല്ല ജമാഅത്തെ ഇസ്ലാമിയുടേത്. ജനാധിപത്യവും മതേതരത്വവും ക്രൈസ്തവ യൂറോപ്പിൽ രൂപപ്പെട്ടു വന്നതാണ്. അപ്പോൾ അവിടെ ആ ഒരു അവസ്ഥയിൽ അവരുടെ അന്നത്തെ മതത്തിന്റെ പേരിലുള്ള ചൂഷണം സഹികെട്ടത് കൊണ്ട് അവർക്ക് തീരുമാനിക്കേണ്ടി വന്നു, മതം വേറെ രാഷ്ട്രം വേറെ. മതം ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, അത് മതം മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലാക്കാം, മതം മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലാവാം. മതം പൊതുകാര്യത്തിൽ ഇടപെടരുത്, മതകാര്യം വേറെ പൊതുകാര്യം വേറെ. ഇങ്ങനെ നമ്മളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടില്ലേ? നമ്മൾ എന്നിട്ട് ഇതിന്റെ ഒന്നും ചതിക്കുഴികൾ മനസ്സിലാക്കാതെ മുസ്ലിം ഉമ്മത്തിൽ നിന്ന് വരെ പ്രഭാഷകന്മാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? അങ്ങനെ പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശമായി അംഗീകരിച്ച ഒരാൾക്ക് കഴിയുമോ? അതാണ് എന്റെ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റബ്ബും ഇലാഹുമായി അംഗീകരിച്ച ശേഷം പടച്ചവനെ നീ ആളുകൊള്ളാം ഉഷാറാണ്, പക്ഷേ ഇത് രംഗം ലേശം മോശമാണ്, ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയം, മനസ്സിലായോ? അപ്പൊ എന്റെ നിലവാരം നിനക്ക് ഊഹിക്കാമല്ലോ, വെറുതെ വഷളാകാൻ നിൽക്കണ്ട. നീ പരമപരിശുദ്ധനായി, രാജാതിരാജനായി, നീ പരമപരിശുദ്ധനായി, അങ്ങനെ അവിടെ ഇരുന്നോ. ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരാം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റി, വായിൽ വെള്ളം കുപ്പിളിച്ച്, മുൻകൈയും മുഖവും കഴുകി എന്ന് പറഞ്ഞാൽ പലതും ചെയ്തതും പറഞ്ഞതൊക്കെയാണല്ലോ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞങ്ങൾ അങ്ങോട്ട് വരാം. അവിടെ വെച്ചുള്ള പരിപാടി മതി നമ്മൾ തമ്മിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇസ്ലാമിന്റെ പാശം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കയറ്, അതിന്റെ ഇഴകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് അഴിഞ്ഞുകൊണ്ടിരിക്കും. ആദ്യം അഴിയുന്നത് അധികാരത്തിൻ്റെതായിരിക്കും, അവസാനം നഷ്ടപ്പെടുന്നത് നമസ്കാരമായിരിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതന്നല്ലേ സംഭവിച്ചത് യൂറോപ്പിന്റെ ആധിപത്യത്തിൽ? യൂറോപ്പിന്റെ ആധിപത്യം എങ്ങനെ ഉണ്ടായിന്ന് ചോദിച്ചാൽ, യൂറോപ്പ് സൈനികമായിട്ട് ഇവിടെ വന്നു. ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷക്കുള്ള ഈ മേധാവിത്വം എവിടുന്ന് കിട്ടിയതാ? ഇംഗ്ലീഷ് ഭാഷക്ക് മറ്റു ഭാഷകളിൽ നിന്ന് ഉണ്ടായ ഈ ആധിപത്യം കോളനിവൽക്കരണത്തിന്റെ സ്വാധീനമാണ്. കോളനിവൽക്കരണം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്തിങ്ങനെ ഒരു സുസമ്മതമായ പൊതുഭാഷയാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷേ സംഭവിച്ചു പോയില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പൊ അത് ഒരു ഭാഷയുടെ മാത്രം ആധിപത്യമല്ല, അത് കുറെ വീക്ഷണങ്ങളുടെയും നിലപാടുകളുടെയും മേധാവിത്വം കൂടിയാണ്. അങ്ങനെയാണ് ബ്രിട്ടന്റെ കോളനിയായിട്ട് ഈ ഇന്ത്യ രാജ്യം ഉണ്ടായില്ലേ? സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിന്റെ ഉടമ എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം, അതിനു മാത്രം. ഇവിടെ രാത്രിയാകുമ്പോൾ അവിടെ പകൽ, അവിടെയും ആധിപത്യം അവർക്ക്, ഇവിടെയും ആധിപത്യം അവർക്ക്. അങ്ങനെ സൂര്യൻ അസ്തമിക്കാത്ത രാഷ്ട്രങ്ങളുടെ ഉടമയായിട്ട്, ആധിപത്യത്തിന്റെ ഉടമയായിട്ട് ബ്രിട്ടനും ഫ്രാൻസും അതുപോലെയുള്ള അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വാണരുന്നിയ കാലം അവരുടെ ചിന്താപരമായ നിരന്തരമായ കടന്നുകയറ്റം, ആ കടന്നുകയറ്റത്തിൽ മുസ്ലിങ്ങൾ പോലും പെട്ടിട്ട് മുസ്ലിങ്ങൾ എന്ത് വിചാരിച്ചു? പടച്ചോനൊക്കെ ആളുഷാറാണ്, കൊള്ളാം. പക്ഷേ പടച്ചവൻ എന്ന് പറയുന്നതിന്റെ പടച്ചവന്റെ ആധിപത്യം മതകാര്യങ്ങളിൽ മതി, പൊതുകാര്യങ്ങളിൽ വേണ്ട. അങ്ങനെയല്ലേ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ശക്തി ചോർത്തിക്കളഞ്ഞത്? രണ്ട് വിഭജനങ്ങളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് ഇന്ത്യയിലെ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനം, രണ്ടാമത്തത് മതവും രാഷ്ട്രവും തമ്മിലുള്ള വിഭജനം. ഈ രണ്ട് വിഭജനങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ നില ഇന്ന് കാണുന്നത് പോലെയാകുമായിരുന്നില്ല.
മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കാം. ഇത് മാത്രമേ ഓനെ മനസ്സിലാവൂ. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ ആരാധനാ രംഗത്ത് പ്രവർത്തിക്കും പോലെ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ സാമ്പത്തിക രംഗത്തും പ്രവർത്തിക്കും. അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിൽ ഇടപെടും. അള്ളാഹുവാണ് അവസാന വാക്ക് എന്ന അടിസ്ഥാനത്തിൽ അവൻ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടും. ഇതൊന്നും പറയുന്നത് കൊണ്ട് ഇവിടെ തകർന്നു പോകാനൊന്നും പോകുന്നില്ല. കാരണം ഇത് ആശയപരമായ തലങ്ങളാണ്. ഈ ആശയ വ്യവസ്ഥിതിയെ ജനാധിപത്യപരമായ ആശയ പ്രചാരണ രീതിയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അല്ലാതെ ഒരു അട്ടിമറിയും നമ്മൾ ഉണ്ടാക്കുന്നില്ല. സംഘ് പരിവാർ ഇന്ത്യ രാജ്യത്തിന് അപകടമായതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് അപകടകരമാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ രാഷ്ട്രം നൽകിയ ജനാധിപത്യപരമായ അവകാശങ്ങളുടെ ബലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം. നമ്മൾ ഒരാളുടെ മേലും ഒന്നും േൽപ്പിക്കാൻ പോകുന്നില്ല. ഞാൻ നേരത്തെ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ അതിന്റെ പ്രവർത്തന മാർഗം നിങ്ങൾക്ക് കാണാം. ആ പ്രവർത്തന മാർഗങ്ങൾ 3 നമ്പറുകളുണ്ട്. ഒന്നാമത്തെ നമ്പർ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന മാർഗങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം ഖുർആനും സുന്നത്തുമായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ നമ്പറിന്റെ ആശയം ഈ പ്രസ്ഥാനം വർഗ സംഘടനം, വർഗീയത, വർഗവിദ്വേഷം, സങ്കുചിത സാമുദായികത പോലെയുള്ള വിദ്വേഷകരമായ വിനാശകരമായ അപകടകരമായ ഒരു മാർഗവും ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി സ്വീകരിക്കുകയില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനം രചനാത്മകമായിരിക്കും എന്നുള്ളതാണ്. നന്മ കണ്ട് നന്മയിൽ സന്തോഷിച്ച് നന്മേച്ചുക്കളെ ഒരുമിച്ച് കൂട്ടി അങ്ങനെ. അപ്പൊ സമാധാനത്തോടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിബദ്ധത അതിന്റെ ആദർശത്തിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അട്ടിമറിയിലൂടെ ഇതുണ്ടാക്കാൻ കഴിയില്ല. സമാധാനപരമായ ഭാഷയ പ്രകാശനം ഈ രാജ്യത്ത് ഗവൺമെന്റ് ഭരണഘടന അനുവദിച്ചു തന്നതാണ്. അതിന് മോഡി സർക്കാരിന്റെ ഒരു തുട്ടൂരവും നമുക്ക് ആവശ്യമില്ല. ഇവിടെ പണ്ടല്ലോ ഇപ്പൊ UAP വോട്ടുവായ മര്യാദക്ക് വോട്ടുവായിട്ട് പിന്നെ അതൊരു മുസ്ലിമാണ് ചെയ്യുന്നതെങ്കിൽ UAP ഉറപ്പാണ് എന്ന മട്ടിലാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. ഇത് ഈ രാജ്യത്തിന്റെ ഭരണവ്യവസ്ഥിതിയെ കാറ്റിൽ പറത്തുന്ന പരിപാടിയാണ്. ഒരു വ്യക്തിക്ക് അയാൾക്ക് ഇഷ്ടമുള്ളത് വിശ്വസിക്കാൻ, ഫ്രീഡം ഓഫ് ബിലീവ്, പ്രൊപ്പഗേറ്റ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക, അത് പ്രബോധനം ചെയ്യുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ 3-നുമുള്ള സ്വാതന്ത്ര്യം എല്ലാം മനുഷ്യർക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളിൽപ്പെട്ടതാണ്. ഏക സിവിൽ കോഡ് വാദം ഈ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായതുകൊണ്ട്, ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾക്കെതിരായത് ഭരണഘടനയിലുണ്ടെങ്കിൽ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി മാർഗനിർദ്ദേശക തത്വങ്ങളെ തിരുത്തുകയാണ് വേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഏക സിവിൽ കോഡ് ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് അങ്ങനെ ഒന്നിപ്പിക്കാൻ കഴിയില്ല. ഒന്നിപ്പിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കൂട്ടരുണ്ടല്ലോ, അവർ തന്നെയാണ് ഭിന്നിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ആളുകൾ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവർക്ക് മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയോ? പശുവിനോടുള്ള സ്നേഹമെങ്കിലും മനുഷ്യനോടുണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്റെ ഗതി ഇങ്ങനെയാകുമായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ മതവും രാഷ്ട്രവും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഇരുളടഞ്ഞ ഇടനാഴികകളിലും അതിന്റെ കൂരിരുൾ മുറ്റി നിൽക്കുന്ന അതിന്റെ ഉള്ളറകളിലുമൊക്കെ സനാതന ധാർമ്മിക നൈതിക മൂല്യങ്ങൾ കടന്നു വരികയും പ്രകാശിതമാവുകയും ചെയ്യണം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് ഗുണമല്ലേ? ഇത് ഗാന്ധിജി ഈ രാഷ്ട്രപിതാവാണല്ലോ. ഈ രാഷ്ട്രത്തിന്റെ ഗാന്ധിജിയുടെ നിലപാടിതാണ്. ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? രാഷ്ട്രീയത്തിൽ ഞാൻ ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളുമെല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ഭാഗമാണ് എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. രാഷ്ട്രീയം വേറെയാണ് എനിക്ക് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ രാഷ്ട്രീയത്തിൽ ഇടപെട്ടതും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് എന്ന്. അതാണ് ഇന്ത്യയുടെ പൈതൃകം, അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം. അങ്ങനെയല്ലാതെ ഇന്ത്യക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്, സംഘ് പരിവാർ വിമർശിക്കപ്പെടുന്നത് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴക്കുന്നത് കൊണ്ടല്ല. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴക്കാൻ കൃത്യമായ ഒരു മതത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ച വീക്ഷണം സംഘ് പരിവാറിന്റെ കയ്യിലുണ്ടോ? സവർണ മേധാവിത്വത്തിന്റെ സങ്കുചിതമായ കാഴ്ചപ്പാട് ഇന്ത്യയിലെ ജനതയെ മൊത്തം ഒന്നിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല. അപ്പൊ പിന്നെ സംഘ് പരിവാർ വിമർശിക്കപ്പെടുന്നത് അവരുടെ ശൈലി, അവരുടെ രീതി ഫാഷിസത്തിൻ്റെതാണ് എന്നതുകൊണ്ടാണ്. അടിച്ചേൽപ്പിക്കുക, മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക. വൈദേശിക മതങ്ങളും വൈദേശിക മതങ്ങളുടെ മൂടുതാങ്ങികളും വൈതാളികന്മാരുമാണ് ഭാരതാംബയുടെ കണ്ണിലെ കരട്. ആ കരട് കണ്ണിലുള്ളിടത്തോളം കാലം ഭാരതാംബയുടെ കണ്ണ് കലങ്ങി തന്നെ ഇരിക്കും എന്ന് വിചാരധാരയിൽ പറയുന്നുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കുകയാണ് ശ്രീമാൻ മോഡിയും കൂട്ടരും ചെയ്യുന്നതെങ്കിൽ അതാണ് ഫാഷിസം. അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്.
അല്ലാതെ മതത്തിന്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ രംഗത്തും സംസ്കരണം നടക്കണം എന്നാണ് അവർ പറഞ്ഞതെങ്കിൽ അതൊരു നല്ല കാര്യമാണ്, അതിനെതിർക്കേണ്ട ഒരു കാര്യവും ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഫാസിസത്തിന്റെ ശൈലി അത്യന്തം അപകടകരമാണെന്ന് മാത്രമല്ല അത് അവർക്ക് തന്നെയും ഗുണം ചെയ്യുകയില്ല. ജമാഅത്തെ ഇസ്ലാമി മനുഷ്യന്റെ ജീവിതത്തെ മൊത്തം സംസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത്, നമ്മൾ അംഗീകരിച്ചൊരു കാര്യമുണ്ടല്ലോ നമ്മുടെ സമൂഹം സംസാരത്തിൽ, മതം സ്വകാര്യ ജീവിതത്തിൽ എങ്കിലും, അപ്പൊ സ്വകാര്യ ജീവിതത്തിലെങ്കിലും മതമൂല്യങ്ങളാകാം എന്ന് പറയുന്നുണ്ടല്ലോ. ഈ മതമൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മതമൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ വിശ്വസ്തത, സത്യസന്ധത, സ്നേഹം, വിട്ടുവീഴ്ച, വിശാലത, പരക്ഷേമ തൽപരത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ക്ഷേമത്തിൽ താല്പര്യം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ, ഇതല്ലേ മതമൂല്യങ്ങൾ. മതവിരുദ്ധ മൂല്യങ്ങൾ എന്ന് പറയുന്നത് കളവ്, ചതി, വഞ്ചന, അഹന്ത, ധൂർത്ത്, ദുർവ്യയം, പൊങ്ങച്ചം, അങ്ങനെ ദുരഭിമാനം, അങ്ങനെ സ്വാർത്ഥത, അങ്ങനെ കുറെ പറയാം. ഇതൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മൂല്യങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രസക്തം? ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ ജനലും വാതിലും അടച്ച് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ സത്യസന്ധൻ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? അവിടെ എനിക്ക് വിട്ടുവീഴ്ച, അവിടെ ഞാൻ വിശാലൻ. അപ്പൊ മതം സ്വകാര്യ ജീവിതത്തിലാണ് പ്രസക്തം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ റൂമിലിരിക്കുമ്പോൾ അവിടെ മതത്തിന് എന്ത് പ്രസക്തിയാണ്? ഇത്തരം മൂല്യങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ്? നേരെ മറിച്ച് ഞങ്ങൾ ഇത്ര ആളുകൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ 5 ആളായി, അത്യാവശ്യം ഈ വിശാലതയും വിട്ടുവീഴ്ചയില്ലാതെ എത്ര ആളുകൾ ഈ സ്റ്റേജിൽ ഒത്തൊപ്പിച്ച് പോയിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവിടെ ലേശം ഈ മൂല്യങ്ങൾ പ്രസക്തിയുണ്ട്. ഇപ്പൊ നിങ്ങളും കൂടി അപ്പൊ ഇത്ര ആളുകളുണ്ട്, അപ്പൊ ഈ മൂല്യങ്ങൾ കുറച്ചും കൂടി പ്രസക്തമായി. അപ്പൊ രാജ്യം മൊത്തമുണ്ട്, അപ്പോഴല്ലേ മൂല്യം കൂടുതൽ പ്രസക്തമാകുന്നത്. അപ്പൊ എന്റെ ചോദ്യം, മതം പൊതുജീവിതത്തിൽ സ്വകാര്യ ജീവിതത്തിൽ മതി മതമൂല്യങ്ങൾ എന്ന് പറയുന്നുവെങ്കിൽ അവർ മതമൂല്യമായിട്ട് എന്താ കണ്ടത്? എന്തിനെ കാണുന്നത്? ഞങ്ങൾക്കത് മനസ്സിലായിട്ടേ ഇല്ല. ഞങ്ങൾ മതമൂല്യങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം കുറെ നന്മ മൂല്യങ്ങൾ, മാറൂഫുകളുടെയും മുങ്കറുകളുടെയും സമാഹാരമാണെങ്കിൽ, അത് മനുഷ്യരുടെ പൊതു മുതലാണെങ്കിൽ, ആ നന്മ, ആ മൂല്യം ഏറ്റവും പ്രസക്തമായതും ഏറ്റവും അത്യന്താപേക്ഷിതമായതും സാമൂഹിക ജീവിതത്തിലാണ്, അല്ലാതെ സ്വകാര്യ ജീവിതത്തിലല്ല. സ്വകാര്യ ജീവിതത്തെക്കാൾ ഏറ്റവും മൂല്യങ്ങൾ പ്രസക്തമായ പൊതുജീവിതത്തിൽ നിന്ന് മതമൂല്യങ്ങളെ പുറത്താക്കി അഴിമതിയും സ്വജനപക്ഷപാതവും കള്ളപ്പണവും കരിഞ്ചന്തയും ചൂതാട്ടവും പൂഴ്ത്തിവെപ്പും തട്ടിപ്പും വെട്ടിപ്പും എന്തും നടത്താനുള്ള ലൈസൻസ് നേടിയെടുക്കാനുള്ള കുതന്ത്രമാണ് ഈ വാദഗതി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിക്കുന്ന ആദർശം എന്ന് പറയുന്നത് ഇത്തരക്കാരുടെ ഉറക്കം കെടുത്തുക സ്വാഭാവികമാണ്. ആ ഒരു ഉറക്കം കെടുത്തുന്ന കൂട്ടർക്ക് യഥാർത്ഥത്തിൽ ഒന്നും പറയാനില്ലാതെ വരുമ്പോ കള്ളക്കേസിൽ കുടുക്കി ആളുകളെ കൊല്ലുന്നു എന്നതാണ് ബംഗ്ലാദേശിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ഒരു ശൈലിയിൽ ലോകത്ത് പണ്ട് മുതലേ ഇതാണ് നടന്നിട്ടുള്ളത്. പക്ഷേ എന്നാലും തോറ്റുകൊടുക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിന്റെ ഭൂമിയിൽ മനുഷ്യർ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് അവസാന വാക്ക് പറയേണ്ടത് പ്രപഞ്ചനാഥനായിരിക്കണം. ആ പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾ വിശ്വാസികളിലൂടെ നടപ്പിലാക്കുകയാണ് അള്ളാഹുവിന്റെ നടപടിക്രമം. അതാണ് പ്രവാചകന്മാരുടെ സന്ദേശത്തിന്റെ ചുരുക്കം. അതിന്റെ ആ ഒരു കാതലായ ഭാഗം അത്യാവശ്യം വിസ്താരത്തോടെ നേരത്തെ എന്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഇതിന്റെ ഈ ഒരു പ്രധാന ഭാഗം, ജമാഅത്തെ ഇസ്ലാമി എന്തിനു വേണ്ടി ഈ രാജ്യത്ത്, ആദർശം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതാണ്. അപ്പോ അത് വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമി എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഞാനിപ്പോ എന്റെ ഈ പ്രസംഗം കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരോട്, മുഖ്യമായിട്ടും പൊതുസമൂഹത്തോടും നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു പ്രദേശത്തെ ഒരു പ്രബല വിഭാഗം എന്ന നിലക്ക് ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ മുഖ്യമായിട്ടും മുസ്ലിം സഹോദരങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. രാജ്യത്തിലെ എല്ലാ ജനങ്ങളോടും ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ള ധാർമ്മികതയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ വിപ്ലവത്തെ സംബന്ധിച്ച സംസാരത്തിലേക്ക് ഞാനിപ്പോൾ ഈ ചർച്ച അതുകൊണ്ട് തന്നെ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വളരെ ലളിതമായ ഒരു ചോദ്യം, നിങ്ങൾ ആ ചോദ്യത്തെക്കുറിച്ച് മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും ചിന്തിക്കണം. ഈ രാസവളവും ഒക്കെയാണല്ലോ ഈ കഴിക്കുന്നത്, അതേ കാലം ഇത് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ജീവിതത്തെക്കുറിച്ചുള്ള ഗൗരവപ്പെട്ട ഒരു ചോദ്യം. എന്താ ചോദ്യം എന്നറിയോ? നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്മർദ്ദം, അങ്ങനെ ഉണ്ടല്ലോ സമ്മർദ്ദം, ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞാൽ മതി ഇന്നത് നടക്കും എന്ന് പറയുമല്ലോ നമ്മൾ. ഇങ്ങനെ നമ്മുടേതെന്ന് പറയുന്ന സമയവും സമ്പത്തും ശരീരവും ആരോഗ്യവും സ്വാധീനവും സമ്മർദ്ദവും എല്ലാം ഉപയോഗപ്പെടുത്തി ഈ നാട്ടിൽ എന്തുണ്ടാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതാണ് ചോദ്യം. എന്തുണ്ടാകണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇതിന് ജമാഅത്തെ ഇസ്ലാമിക്ക് വളരെ കൃത്യമായ മറുപടി ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾക്ക് നിലയും വിലയുമുള്ള
സത്യം, ധർമ്മം, നീതി എന്നിവ വ്യവസ്ഥാപിതമായി പുലരുന്ന, സമാധാനം ലഭ്യമാകുന്ന, എല്ലാവർക്കും ക്ഷേമം ലഭിക്കുന്ന ഒരു നല്ല സാമൂഹിക ക്രമം ഇവിടെ പണിതുയർത്തണം. അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് അറബിയിൽ ഒറ്റവാക്കിൽ ഇഖാമത്തുദ്ദീൻ എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥ ഈ ഭൂമിയിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ മേലെ അടിച്ചേൽപ്പിക്കൽ, ആളുകൾ ബേജാറാകേണ്ട കാര്യമില്ലല്ലോ. ഒരു സംശയവും നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട. ഈ രാജ്യം പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾക്ക് വിധേയമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടണം. പരിവർത്തനം ബോംബ് കൊണ്ടുണ്ടാവില്ല, പരിവർത്തനം വാളുകൊണ്ടുണ്ടാവില്ല, പരിവർത്തനം അക്രമം കൊണ്ടുണ്ടാവില്ല. അക്രമങ്ങളിലൂടെ അധികാരം പിടിച്ചാൽ അക്രമസംഘം തിരോഭവിക്കുന്നതോടുകൂടി ആ വിപ്ലവവും തിരോഭവിക്കും എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തികന്മാരിൽ അഗ്രഗണ്യനായ സയ്യിദ് മൗദൂദി തന്നെ പറഞ്ഞിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഈ ഇസ്ലാമിക സാമൂഹിക ക്രമത്തെ സംബന്ധിച്ച് വിസ്തരിച്ചുപന്യസിച്ച എല്ലാ സ്ഥലത്തും സമാധാനത്തോടുള്ള അതിന്റെ അടങ്ങാത്ത ബന്ധം അതുകൊണ്ടാണ് വ്യക്തമാക്കിയത്. ഒരു സഡൻ വിപ്ലവം, നാടൻ തോട്ട, ഏറുപടക്കം, പന്നിത്തര, വെട്ടുകത്തി, കടാരി, മടവാൾ, സൈക്കിൾ ചെയിൻ, കുറുവടി, മുളകുപൊടി, ഇങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, ഇത്തരം ജിഹാദിനോട് നമുക്ക് യോജിപ്പില്ല. കാരണം അങ്ങനത്തെ ഒരു ജിഹാദും ഒരു രാജ്യത്തും ഒരു മാറ്റവും ഉണ്ടാക്കില്ല. നമ്മളെല്ലാവരും കൂടി പേടിപ്പിച്ചിട്ട് ഈ രാജ്യം അങ്ങോട്ട് മാറി എന്ന് വിചാരിക്കാം. എവിടേക്കാ മാറിയത്? അവിടേക്ക് അങ്ങോട്ട് മാറി. ഈ പേടിപ്പിക്കണ സംഘം അങ്ങ് പോകുമല്ലോ. നമ്മളിപ്പോൾ ചിരഞ്ജീവികളൊന്നല്ലല്ലോ. നമ്മൾ പേടിപ്പിക്കുന്ന സംഘം അങ്ങ് പോകുന്നതോട് കൂടി തന്നെ അത് പൂർവാധികം ശക്തിയോടെ പഴയത് തിരിച്ചു വരും. അതാണ് സോഷ്യലിസത്തിന്, കമ്മ്യൂണിസത്തിന് ലോകത്ത് പറ്റിയത്. അതാണ് കമ്മ്യൂണിസം ലോകത്ത് നിലനിൽക്കാതെ പോയത്. മനപരിവർത്തനത്തിൽ അവർ ശ്രദ്ധിച്ചില്ല. ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പരിവർത്തനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, രാഷ്ട്രീയ വിപ്ലവത്തെ, സാമൂഹിക വിപ്ലവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പറയുന്നത് വ്യക്തി പരിവർത്തനത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ്. വ്യക്തിയുടെ മനസ്സിന്റെ മാറ്റം, മനസ്ഥിതി തന്നെ മാറണം, ഒരു സംശയവുമില്ല. മനസ്ഥിതി മാറി ഒരു പുതിയ മനസ്ഥിതി വരുമ്പോൾ ആ മനസ്ഥിതി അനുസരിച്ച് ഈ വ്യവസ്ഥിതിയും മാറണം. എന്നിടത്തേക്ക് ആ മനസ്ഥിതി എത്തണം. അതാണ് അറേബ്യയിലെ മാറ്റം. അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ മാറിയത്, അങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് മാറിയത്. ആ മഹാന്മാരൊക്കെ മാറിയപ്പോ നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതി നോക്ക്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മഹാന്മാരെ പറ്റി. അൻസാറുകളിലും മുഹാജിറുകളിലും പെട്ട അൻസാറുകളിലും മുഹാജിറുകളിലും പെട്ട മുമ്പേ സഞ്ചരിച്ചവർ, നന്മയിൽ അവരെ പിന്തുടർന്നവരും. ഇവരെന്താ ചെയ്തത്? ഇവരുടെ ഇടയിൽ നിങ്ങളൊരു സർവേക്ക് പോവുകയാണെങ്കിൽ, നടക്കുന്ന കാര്യം പറയല്ല, ഉദാഹരണം പറയാം എന്ന് പറഞ്ഞാൽ, ഈ സഹാബിമാരൊക്കെ ഉള്ള രാജ്യത്തെ കേരളത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഇവിടെയാണ്, അവരിപ്പോൾ അവിടെ ഉണ്ട് എന്ന് സങ്കല്പിക്കുന്നതിന് പൈസ ഒന്നും ചെലവില്ലല്ലോ. അങ്ങനെ നമ്മൾ അവിടെ ഇവിടുന്ന് ഒരു സർവേക്ക് അവിടെ പോവുകയാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഒരു ലക്ഷ്യമൊന്നുമില്ല. നമ്മൾ ലക്ഷ്യത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. എന്നോട് എന്താ എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ലക്ഷ്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോളന്നില്ല എൻ്റെ ലക്ഷ്യം, നിങ്ങൾക്ക് വേറെ ലക്ഷ്യം, 10 ആൾ കൂടിയാൽ 15 ലക്ഷ്യം, അങ്ങനെ പോവുകയാണ് നമ്മളിവിടെ. അപ്പോൾ നമ്മൾക്ക് ഇതിലിടയിൽ ഒരു തർക്കം വന്നു. ഇങ്ങനെയല്ലല്ലോ ശരിക്കും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂട്ടരുന്ന നമ്മളൊരാളെ വിടുക, എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഈ എല്ലാ കൂട്ടർക്കും സുസമ്മതരായ 3-4 ആളുകൾക്ക് പൈസ ഒക്കെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട വണ്ടിക്കാശൊക്കെ കൊടുത്തിട്ട് അവരെ അവിടേക്ക് വിട്ട്, നബിയും സഹാബിമാരും നിലനിൽക്കുന്ന രാജ്യത്തേക്ക് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ഇവർ ചെന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങളെ ലക്ഷ്യം? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ലക്ഷ്യം പറഞ്ഞു. അപ്പുറത്ത് മറ്റേ സഹാബിനോട് നിങ്ങളുടേത് എന്ത് ലക്ഷ്യം, എവിടെ നിന്ന് വരിക ഇവരൊക്കെ, എന്താ ലക്ഷ്യം? അപ്പോൾ അയാൾക്ക് ലക്ഷ്യം തന്നെ ഇല്ല, ചോദിക്കണവരോട് എൻ്റെ ദേഷ്യം. അങ്ങനെ 4-മത്തെ ആളോട് ചോദിച്ചപ്പോൾ വേറെ ലക്ഷ്യം. അങ്ങനെ ഉണ്ടോ? സങ്കല്പിക്കാൻ കഴിയോ? ഒരു ലക്ഷ്യബോധവും ഉണ്ടായിരുന്നില്ല ആ ജനതക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വെറുതെ വിടുമോ? ഇവിടുന്ന് സഹാബത്തിനെ പരിഹസിച്ചു എന്ന് പറഞ്ഞിട്ട് കൈകാര്യം ചെയ്യില്ലേ? അപ്പോൾ അവർക്ക് ലക്ഷ്യബോധമുണ്ട്. എന്നാൽ ഞാൻ പറയണം, അവർക്ക് പല ലക്ഷ്യങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കൂലല്ലോ. അവർക്ക് പല ലക്ഷ്യമല്ല, അവർക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യമാണ്. അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, അവർക്കൊക്കെ ഒരു ലക്ഷ്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്താ ലക്ഷ്യം? എൻ്റെ സമയം, എൻ്റെ സമ്പത്ത്, എൻ്റെ ശരീരം, എൻ്റെ സമ്മർദ്ദം, എൻ്റെ സ്വാധീനം, അങ്ങനെ എൻ്റെ എന്ന് പറയാവുന്ന എല്ലാം ചേർത്ത് ഞാൻ ഇവിടെ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ജമാഅത്തെ ഇസ്ലാമിക്കാരനോടാണ് ചോദിക്കുന്നതെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ലക്ഷ്യം ലിതകൂന കലിമത്തുല്ലാഹിൽ ഉല്യ, പ്രപഞ്ചനാഥന്റെ വചനങ്ങൾക്ക് ഉയർച്ച കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ. അതിനാണ് ഞങ്ങൾ പണിയെടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും സംശയിക്കണ്ട, ഇത് പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല. ഈ പ്രപഞ്ചനാഥന്റെ വ്യവസ്ഥക്ക് ഉയർച്ചയുണ്ടാകുന്ന ക്രമമുണ്ടാവാൻ,
ഉയർച്ചയുണ്ടാകുന്ന ക്രമം എന്ന് പറഞ്ഞാൽ സത്യത്തിന് ഉയർച്ചയുണ്ടാകുന്ന ക്രമം, നീതിക്ക് ഉയർച്ചയുണ്ടാകുന്ന ക്രമം, സമാധാനത്തിന് ഉയർച്ചയുണ്ടാകുന്ന ക്രമം, ക്ഷേമത്തിന് ഉയർച്ചയുണ്ടാകുന്ന ക്രമം. താഴ്ന്ന ജാതിക്കാരനും ഉയർന്ന ജാതിക്കാരനും ഒരുപോലെ ഉയർച്ചയുണ്ടാകുന്ന ക്രമം. ഇതുകൊണ്ട് ആർക്കാ നഷ്ടം? കള്ളന്മാർക്കും കൊള്ളക്കാർക്കും കൊള്ളിവെപ്പുകാർക്കും പെണ്ണുപിടുത്തക്കാർക്കും മതോലോക മാഫിയകൾക്കും ചൂതാട്ടക്കാർക്കും കരിഞ്ചന്തക്കാർക്കും അങ്ങനെയുള്ള ആളുകൾക്കല്ലാതെ നന്മയെ സ്നേഹിക്കുന്ന ആർക്കാണ് ഇതുകൊണ്ട് നഷ്ടം? അതുകൊണ്ട് ഇത് ജനങ്ങളുടെ ക്ഷേമരാഷ്ട്രമാണ്, ഒരു വെൽഫെയർ സ്റ്റേറ്റ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തെ അതിന്റെ മുഴുവൻ അധ്വാന പരിശ്രമങ്ങളിലൂടെയും അള്ളാഹുവിന്റെ വചനത്തിന്റെ ഉയർച്ച, പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾക്ക് നിലയും വിലയുമുള്ള ഒരു സാമൂഹിക ക്രമം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് പാലിക്കപ്പെടുന്നത് പോലെ ഒരു സമൂഹം അത് പാലിക്കപ്പെടുന്ന, ഒരു രാഷ്ട്രത്തിൽ അത് പാലിക്കപ്പെടുന്ന ഒരു സാമൂഹിക ക്രമം, ഒരു നല്ല നാളെ എല്ലാവരും യോജിക്കുന്ന വിഷയങ്ങളിൽ ഒന്നിച്ചു പോയിക്കൊണ്ടാണ് അതിനുള്ള മാർഗം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സത്യസന്ധത, നിങ്ങൾ ഈ സത്യസന്ധത എന്ന് പറയുന്ന ഒരു ഗുണം കേട്ടിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ ഹിന്ദുക്കളോട് ചോദിച്ചു നോക്ക്. അവർ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ മുത്തച്ഛന്മാർ മുതലേ അത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ആ മുത്തച്ഛന്മാരും സത്യസന്ധതയെ കുറിച്ച് പറയാറുണ്ട്. ഞങ്ങൾ കളവ് പറഞ്ഞാൽ അവർ ചൂടാകാറുണ്ട് എന്ന് ഹിന്ദുക്കൾ പറയും. നിങ്ങൾ ക്രിസ്ത്യാനികളോട് പോയി ചോദിച്ചു നോക്ക്. നിങ്ങളൊരു മതമില്ലാത്തവരോട് പോയി ചോദിച്ചു നോക്ക്. ആരോട് ചോദിച്ചാലും സത്യസന്ധത എല്ലാവർക്കും അറിയാം. അതാണ് മഅറൂഫ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി മഅറൂഫുകൾക്ക് മേൽക്കൈയുള്ള ഒരു രാജ്യമുണ്ടാകണം. ഇന്ന് മഅറൂഫുകൾക്കാണോ മേൽക്കൈ? മനുഷ്യ സമൂഹത്തിൽ സുപരിചിതമായ മൂല്യങ്ങൾക്ക്, ചിരപുരാതനമായി സുപരിചിതമായ മൂല്യങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും വില ഉണ്ടോ? ഞാൻ ചിലപ്പം പറയാറുണ്ട്, ഈ മൂല്യങ്ങൾ മനുഷ്യന്മാരെ കൂടെ ജീവിച്ചിട്ട് മൃഗങ്ങളിലേക്ക് പോലും പകരാറുണ്ട്. വേണമെങ്കിൽ ഞാൻ ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ വലിയ ഡ്രൈ എന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചാൽ പെട്ടാത്ത ദർശനം മാത്രം ചർച്ച ചെയ്താൽ കാര്യം മുന്നോട്ട് പോകില്ല. പിന്നെ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. ഈ ലാൻഡ് ഫോൺ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫോൺ അല്ല, ലാൻഡ് ഫോൺ, അതേ അന്ന് വീട്ടിലുള്ളൂ. അങ്ങനെ ഇയാൾ കോലായിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മീൻ കഷ്ണം വലുത് വട്ടത്തിൽ മുറിച്ചത് പൊരിച്ചത് ഇയാളുടെ മുമ്പിലുണ്ട്. വീട്ടിലെ പൂച്ച ഇയാളുടെ ഒപ്പം ഭക്ഷണം കഴിച്ച് ഇയാളുടെ ഒപ്പം ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ അരികെ അങ്ങനെ. അപ്പോൾ പൂച്ച ഇങ്ങനെ കരഞ്ഞപ്പോൾ ഇയാളൊരു മീൻ കഷ്ണം പൂച്ചക്ക് ഇട്ട് കൊടുത്തു. പൂച്ച അത് കടിച്ചെടുത്ത് ലേശം അപ്പുറത്തേക്ക് മാറ്റി വെച്ച് അവിടെ വെച്ച് തിന്നു. അതിനിടയിൽ അകത്ത് നിന്ന് ഫോൺ അടിച്ചു. ഫോണിൻ്റെ തുരുതുരാ ശബ്ദം കേട്ടപ്പോൾ ഇയാൾ പൊടുന്നനെ ഒന്ന് നോക്കി വരാം എന്ന നിലക്ക് അകത്തേക്ക് പോയി എടുത്തു നോക്കുമ്പോൾ ഒരു ഏടാകൂടാണ്, അതിൽ പെട്ടുപോയി. പെട്ടെന്ന് വെച്ച് വരാൻ പറ്റിയില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ് അത് പെട്ടെന്ന് കട്ടാക്കി തിരിച്ചു വന്ന് നോക്കുമ്പോൾ പൂച്ചയെ കാണാനില്ല. അപ്പോൾ ഇയാൾ ചോറ്റിക്ക് നോക്കി, ചോറ് കുഴപ്പമില്ല. മീൻ പാത്രത്തിലേക്ക് നോക്കി, അപ്പോൾ സാമാന്യം വലിയൊരു മീൻ കഷ്ണം കാണാനില്ല. അപ്പോൾ ഇയാൾ പൂച്ച സാധാരണ കിടക്കാറുള്ള മേശയുടെ അടിയിലേക്ക് നോക്കി, അലമാറയുടെ മുകളിലേക്ക് നോക്കി, ഭിത്തിയുടെ നടുവിലേക്ക് നോക്കി, പൂച്ചയില്ല. അപ്പോൾ ഓടിൻ്റെ ഈ തള്ളപ്പരയും തായേരും കൂടി ഇങ്ങനെ ഓടിട്ടിൻ്റെ ഇടയിലൊരു വടവുണ്ട്. അപ്പോൾ ഓട്ടും പുറത്തുനിന്നൊരു കറവറ ശബ്ദം. ഇയാൾ മുറ്റത്തിറങ്ങി പുരപ്പുറത്തേക്ക് നോക്കി. അപ്പോൾ പൂച്ചയുടെ വായിൽ മീൻ കഷ്ണം. ഒന്നാമത്തെ മീൻ കഷ്ണം കിട്ടിയപ്പോൾ അവിടെ കയറിയിട്ടില്ല. കാരണം എന്താ? ഇത് യജമാനൻ അനുവദിച്ചതാണ്. രണ്ടാമത്തെ മീൻ കഷ്ണം ഞാൻ കട്ടത് ഇവിടെ നിന്ന് തിന്നുകൂടാ, കട്ടതും കൊണ്ട് പോകണം, ഇത് തടികേടാവുന്ന പണിയാണ്. അപ്പൊ പൂച്ചക്ക് മൂല്യബോധമുണ്ട്. ഈ മൂല്യബോധമെങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുണ്ടായിരുന്നെങ്കിൽ ഈ നാട് ഈ സ്ഥിതിയിലാകുമായിരുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മഅറൂഫ്, അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് ഉയർച്ചയുള്ള ഒരു രാജ്യം ഉണ്ടാകണം എന്നാണ് ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് അത്യന്തം അപകടം തന്നെ എന്ന് പറഞ്ഞിട്ട് ഉറഞ്ഞു കൊള്ളിയിട്ട് കാര്യമൊന്നുമില്ല. ഈ മൂല്യങ്ങൾ എന്താണെന്ന് ഞങ്ങളോട് ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഞാനിവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഇത് അള്ളാഹുവിന്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സത്യസന്ധത, വിനയം, വിട്ടുവീഴ്ച, വിശാലത, പരക്ഷേമ തൽപരത, ക്ഷേമം, അഭിവൃദ്ധി, കാരുണ്യം, ദയ, അതാണ് മൂല്യങ്ങൾ. ഇത് പാതിപുരാതനമായി ഈ പണ്ടുപിടുത്തങ്ങളൊന്നുമില്ലാത്ത കാലത്ത്, ഈ നഗരവൽക്കരണങ്ങളുടെ നരകയാതനകളില്ലാത്ത കാലത്ത് മനുഷ്യർ നല്ല വായു ശ്വസിച്ച് നല്ല വെള്ളം കുടിച്ച് സമാധാനപൂർവ്വം ജീവിച്ച കാലത്ത് നീ തന്നത് യന്ത്രത്തലയും പൊട്ടുന്ന ബലൂണും മാത്രം, നീ തന്നത് യന്ത്രത്തലയും പൊട്ടുന്ന ബലൂണും മാത്രം, നീ തന്നത് പെരുകും വയറും കുഞ്ഞിത്തല നരയും മാത്രം, നാലതിരും മതിലുകൾ മാത്രം, നാദത്തിന് യന്ത്രം മാത്രം, ഒഴിവില്ല നേരം മാത്രം, ഒഴിയാത്ത മയക്കം മാത്രം, നീ തന്നത് യന്ത്രത്തലയും
പൊട്ടുന്ന ബലൂണും മാത്രം എന്ന് പറഞ്ഞ മാതിരി ഈ യന്ത്രത്തലയും പൊട്ടുന്ന ബലൂണും ഉദരം മുന്നോട്ട് നിൽക്കുന്ന കയ്യും കാലും, വയറ് ഇമാമും കയ്യും കാലും മഅ്മൂമും എന്ന മട്ടിൽ ഇങ്ങനത്തെ അനാരോഗ്യകരമായ ഒരു തലമുറയെ വായു നശിപ്പിച്ച്, വെള്ളം മലിനമാക്കി, അന്തരീക്ഷമാകെ നശിപ്പിച്ച്, ജീവിതം അസാധ്യമാക്കി, ആകെ കൂടി നാശോന്മുഖമായ ഒരു അവസ്ഥയിലെത്തിച്ച ഈ നാഗരികതകളില്ലാത്ത പഴയ കാലത്ത് നിങ്ങൾ പോയിട്ട് ചോദിച്ചു നോക്ക്, ഗവേഷണം നടത്തി നോക്ക്. അന്നും സത്യസന്ധത തന്നെയാണ്. അല്ലാതെ അന്ന് സത്യസന്ധത ഒരു മോശപ്പെട്ട ഗുണം, അങ്ങനെ ഒരു ചരിത്രമില്ല. അതാണ് മഅറൂഫ് അഥവാ അറിയപ്പെട്ടത്, സുപരിചിതമായത്. ഈ മൂല്യങ്ങളുടെ പരിപോഷണത്തിൽ ഇവിടുത്തെ ഹിന്ദു സംതൃപ്തനാണ്. ഈ മൂല്യങ്ങൾ തിരിച്ചു വരുന്നതിൽ ഇവിടുത്തെ ക്രൈസ്തവർ സന്തോഷത്തിലാണ്. ഈ മൂല്യങ്ങൾ തിരിച്ചു വരുന്നതിൽ എല്ലാ മനുഷ്യരും സന്തോഷത്തിലാണ്. അധികാരം നേരത്തെ തന്നെ കയ്യിൽ കിട്ടി നഷ്ടപ്പെടാൻ പലതുമുണ്ടെന്ന് കരുതുന്ന സ്വാർത്ഥംബരികളായ ഒരു ചെറു സംഘമല്ലാതെ ഈ മൂല്യം തിരിച്ചു വരുന്നതിൽ അസ്വസ്ഥരായ ആരുമില്ല. പിന്നെ നിങ്ങളെന്തിനു പേടിക്കണം? അതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കർമ്മ പരിപാടി. ഞാൻ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളതിൻ്റെ ഇടയിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോകരുത്. നമ്മളൊരു ഒഫദിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. എവിടേക്ക്? പിന്നെ വണ്ടിക്കാശും കൊടുത്തിട്ട് നമ്മളുടെ ഇടയിൽ തർക്കം തീർക്കാൻ. അങ്ങനെ അവരവിടെ ചെന്നിട്ട് ചോദിച്ചു, അങ്ങോട്ട് തന്നെ പോകാം നമുക്ക്. അങ്ങനെ അവരവിടെ ചെന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളെ ലക്ഷ്യം എന്താ? എല്ലാവരും ലക്ഷ്യം ഒന്ന്. എന്തുകൊണ്ടാ ഒന്നായത്? സത്യദീനും സന്മാർഗ സന്ദേശവും നൽകിക്കൊണ്ട് ഈ പ്രവാചകനെ നിയോഗിച്ചത് അല്ലാഹുവാണ്. ഈ ദീൻ മറ്റെല്ലാ ദീനുകളുടെയും മേലെ വരാൻ. അതല്ലാത്ത വല്ല അർത്ഥവും ആയത്തിനുണ്ടോ? ഈ ദീൻ മറ്റെല്ലാ ദീനുകളുടെയും മേലെ വരാൻ വിശുദ്ധ ഖുർആൻ പറയാം. രണ്ടാമത് ഖുർആൻ വീണ്ടും പറയാം, വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. ലേശം ദീർഘിച്ചായത്താണ്. ആ ആയത്തിൽ അങ്ങനെ ഓതി മുന്നോട്ട് പോകുമ്പോ വജഅല കലിമത്തല്ലദീന കഫറു സുഫ്ലാ വകലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, നിഷേധികളുടെ ധിക്കാരികളുടെ വാദം, അള്ളാഹുവിനെ ധിക്കരിച്ച് സ്വന്തം നിലക്ക് അധികാരം ചമഞ്ഞവരുടെ വചനം താഴാൻ. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹുവിനെ ധിക്കരിച്ച് ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ ഉടമക്ക് കാൽക്കാശിന്റെ വില നൽകാതെ ഞാൻ തന്നെയാണ് ഉടമ എന്ന് ധരിക്കുന്ന അധികാര കേന്ദ്രങ്ങളുടെയും ആധിപത്യ ശക്തികളുടെയും ധിക്കാരികളുടെയും താന്തോന്നികളുടെയും വചനം താഴാൻ. അള്ളാഹുവിന്റെ വചനം ഉയരാൻ. രണ്ടാമത്തെ ആയത്ത്. മൂന്നാമത്തത് നിങ്ങൾ ഒന്നാമത്തെ ആയത്താണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ചർച്ചയിലും പരിഗണനയിലും. അതാണ് മൂന്നാമത് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിൽ അത് ഒന്നാമത് നിൽക്കട്ടെ എന്ന നിലക്കാണ് ഞാൻ അതിനെ മൂന്നാമത് നിങ്ങളോട് പറയുന്നത്. ഏതാണ്? ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസ വഈസ അൻ അഖീമുദ്ദീൻ വലാ തതഫറഖു ഫീഹി. മുൻകഴിഞ്ഞു പോയ ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരെ പരാമർശിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, അൻ അഖീമുദ്ദീൻ, ഈ ദീനിന്റെ സംസ്ഥാപനം, ഈ ദീൻ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ. ഈ 3 ആയത്തും അള്ളാന്റെ റസൂലിനല്ലേ ഇറങ്ങിയത്? ഈ ആയത്തിന്റെ അർത്ഥം നോക്കാൻ തഫ്സീറിൽ നോക്കി നമ്മൾ മത്സരിക്കേണ്ട അല്ലെങ്കിൽ തർക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോ? തഫ്സീർ വേണ്ട എന്ന് പറയല്ല ഞാൻ ചെയ്യുന്നത്, തഫ്സീർ നോക്കിക്കോ. പക്ഷേ ഈ ആയത്തുകളുടെ ഒന്നാമത്തെ വ്യാഖ്യാനം, ഈ ഗ്രന്ഥം നിനക്ക് നാം ഇറക്കി തന്നിട്ടുള്ളത് എന്താണ് അവരിലേക്ക് അവതീർണമായത് എന്ന് താങ്കൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാനാണ്. അപ്പൊ അല്ലാഹ് ഈ ഖുർആൻ റസൂൽ, അപ്പൊ ഒന്നാമത്തെ മുഫസ്സിർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഫസ്സിറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ഒഫീഷ്യൽ മുഫസ്സിറാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് നിശ്ചയിച്ച മുഫസ്സിറാണ്. അള്ളാഹ് നിശ്ചയിച്ച മുഫസ്സിർ ഈ 3 ആയത്തുകൾക്കും നൽകിയ വിശദീകരണം അറേബ്യയിലേക്ക് നോക്കൂ. അവിടെ കാണാമല്ലോ, അന്ന് മുതൽ ഇന്ന് വരെ സൗദി അറേബ്യയുമായിട്ട് വിശദാംശങ്ങളിൽ നമുക്ക് പല വീക്ഷണ വ്യത്യാസമുണ്ട്. അത് ഗൗരവപ്പെട്ടൊന്നുമല്ല. അവരുടെ നയ സമീപനങ്ങളോട് നമുക്ക് പലപ്പോഴും യോജിക്കാൻ കഴിയില്ല, തുടങ്ങിയിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ദീനുൽ ഇസ്ലാമിന് മേധാവിത്വമുള്ള ഒരു സാമൂഹിക ക്രമം 1400-ലേറെ സംവത്സരങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ വന്നത് മുതൽ ഇന്ന് വരെ അവിടെ നിലനിൽക്കുന്നില്ലേ? അതിപ്പോൾ പൂർണ്ണ ഇസ്ലാമാണോ എന്ന് ചോദിച്ചിട്ട് ആരും ഹാലളകണ്ട. അതിനെക്കുറിച്ച് എൻ്റെ ചോദ്യം, നിങ്ങളൊക്കെ ഇപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതിരിയുള്ള മുസ്ലിമാണോ? അപ്പോൾ വ്യക്തിയുടെ ഈമാനിലും ഇസ്ലാമിലും കുറവ് വന്നിട്ടില്ലേ? അപ്പോൾ സ്റ്റേറ്റിൻ്റെ ഈമാനിലും ഇസ്ലാമിലും കുറവ് വരാം എന്ന് പറഞ്ഞാൽ സാധ്യതയുണ്ട്, അനുവദനീയാണെന്നല്ല.
നമ്മളുടെ ഈമാൻ നമുക്ക് കൂട്ടിയാൽ കൂട്ടിയെടുക്ക് അബൂബക്കർ സിദ്ദീഖിനെ പോലെ ആകാൻ കഴിയും പോലെ സൗദി അറേബ്യ ഇന്ന് വിചാരിച്ചാൽ, നമ്മുടെ മോഡി 1000 നോട്ടുമ കൂടിയ മാതിരി സൗദി അറേബ്യ ഇന്ന് വിചാരിച്ചാൽ പൂർണ്ണ ഇസ്ലാമിലേക്ക് തിരിച്ചു പോകുന്നതിന് ഒരു തടസ്സം അവരുടെ മുമ്പിലില്ല. രാജഭരണത്തിന്റെ പാരമ്പര്യവും മേധാവിത്വവും വേണ്ടെന്ന് വെച്ചിട്ട് ഖിലാഫത്തുർ റാഷിദയുടെ സംസ്കാരത്തിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ ഒരു തടസ്സമില്ല. അതിന് പറ്റിയ സാഹചര്യം അവിടെ ഇല്ലേ? ഞാൻ പറയുന്നത് ആ 3 ആയത്തുകളുടെയും അർത്ഥം മനസ്സിലാക്കാൻ ഇതിലും വലിയ വേറെ എന്ത് രേഖയാണ് നമ്മുടെ മുമ്പിൽ വേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ദൗത്യത്തിനു വേണ്ടി അള്ളാഹു നിയോഗിച്ചോ ആ ദൗത്യം പൂർത്തിയാക്കിയപ്പോ വളരെ മനോഹരമായ ഒരു സാമൂഹിക ക്രമം അവിടെ വന്നില്ലേ? അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. അവർക്കൊരു ലക്ഷ്യബോധമുണ്ട്, ആ ലക്ഷ്യം അവർ നേടി, ആ ലക്ഷ്യത്തിന് വേണ്ടി പണിയെടുത്തു. എല്ലായിടത്തും ഇത് പുലർന്നോണമെന്നില്ല. ഇപ്പൊ നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം ശ്രമിച്ചിട്ട് ഒരു സാമൂഹിക ക്രമം പോയിട്ട് ആ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന നൽകപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് പരാജയമല്ല, അങ്ങനെയും സംഭവിക്കാം. നമ്മളുടെ ദൗത്യം ഏത് മാർഗത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്? അതാണ് എന്റെ ചോദ്യം. നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിന് അല്ലാഹു നിശ്ചയിച്ചു തന്ന ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി വെള്ളം ചേർക്കരുത്. ആ അജണ്ട നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാറ്റിവെക്കരുത്. ആ അജണ്ട ദൈവികമായ അജണ്ടയാണ് എന്നതിന്റെ അർത്ഥം ആ അജണ്ട 100% മാനുഷികമാണ് എന്നുള്ളതാണ്. ആ അള്ളാഹുവിനോടും ആ അള്ളാഹുവിനേക്കാളും ആ പ്രവാചകനേക്കാളും മനുഷ്യനോട് കരുണ കാണിക്കാൻ ഈ ഉലകത്തിൽ ഒരാൾക്കും സാധ്യമല്ല. അള്ളാഹുവിനേക്കാളും പ്രവാചകനേക്കാളും മനുഷ്യനോട് കരുണ കാണിക്കാൻ. അതുകൊണ്ടാണ് ഈ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 2015 സെപ്റ്റംബറിൽ IS എന്ന് പറഞ്ഞാൽ IS എന്നാണ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ഇറാഖ് ആൻഡ് സിറിയ അദ്ദൗല അൽ ഇസ്ലാമിയ ഫിൽ ഇറാഖി വശാം. ശരിക്കും പറയേണ്ടത് അദ്ദൗല ഗൈറു ഇസ്ലാമിയ എന്നാണ്. അങ്ങനത്തെ തോന്നിയാസികളുടെ ഒരു സംഘം ലോകത്തിന്റെ മുമ്പിൽ. ഇത് ഇസ്ലാമിക രാഷ്ട്രം അവർക്ക് പേര് വന്നത് എങ്ങനെ നിങ്ങൾ അറിയോ? ഇത് ജമാഅത്തെ ഇസ്ലാമിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അവരുടെ പ്രയോഗങ്ങൾ മുഴുവൻ ജമാഅത്തിന്റെ പ്രയോഗമല്ല, ഇസ്ലാമിന്റെ പ്രയോഗമാണ്. അവരുടെ ഖലീഫ ഏതോ ഒരു ഹംക്കിനെ പിടിച്ചിട്ട് അവർ ഖലീഫയാക്കി കുളിപ്പിച്ച് കുപ്പായടിച്ചിട്ട്, അതൊക്കെ സാമ്രാജ്യത്വത്തിന്റെ വളരെ ബോധപൂർവമായ. മുമ്പ് ഇവർ നബിയെ അയച്ചിട്ടുണ്ട്. മുമ്പ് സാമ്രാജ്യത്വം, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബ്രിട്ടന്റെ കോളനിയായിരുന്നു ഇന്ത്യ എന്ന്. ഇങ്ങനെ സാമ്രാജ്യത്വം ഏതാണ്ട് ലോകരാജ്യങ്ങളൊക്കെ വീതം വെച്ചിരുന്ന സമയത്ത് ഇസ്ലാമിലെ ജിഹാദി ആവേശത്താൽ കോളനിവൽക്കരണത്തിനെതിരെ ജിഹാദ് നടന്നുകൊണ്ടിരുന്നപ്പോ ആ ജിഹാദിനെ നിർവീര്യമാക്കാൻ സാമ്രാജ്യത്വം ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകന്റെ പേരാണ് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി. അയാൾ വന്നിട്ട് ചെയ്ത കാര്യമായ പണി എന്താണെന്നറിയോ? ഇസ്ലാമിലെ ജിഹാദ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദാണ്, വാള് കൊണ്ട് ജിഹാദില്ല എന്ന് തീരുമാനിച്ചു. അപ്പൊ ഇസ്ലാമിലെ ജിഹാദ് ശല്യമായപ്പോ ഇസ്ലാമിലെ ജിഹാദിനെ ദുർബലപ്പെടുത്താൻ പ്രവാചകൻ അയച്ച അതേ കമ്പനി ഇസ്ലാമിക രാഷ്ട്രീയം പുനരുദ്ധിനെ തിരിച്ചു വരുന്നു എന്ന് വന്നപ്പോ, അതല്ലേ തിരിച്ചു വന്നത്? നിങ്ങൾ ട്യൂണീഷ്യയിലേക്ക് നോക്കൂ, നിങ്ങൾ തുർക്കിയിലേക്ക് നോക്കൂ, നിങ്ങൾ ഈജിപ്തിലേക്ക് നോക്കൂ, നിങ്ങൾ അറബ് രാജ്യങ്ങളിലെ അറബ് രാജാക്കന്മാർ അടയിരിക്കുന്ന അടയിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ അടിത്തട്ടിൽ രൂപപ്പെട്ട് ഉയർന്നു വരുന്ന ഇസ്ലാമിക നവജാഗരണത്തെ കുറിച്ച് പഠിക്കൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി സാമ്രാജ്യത്വത്തിന്റെ ഉറക്കം കെടുത്തുന്നത് ഇസ്ലാമിന്റെ ഈ തിരിച്ചുവരവാണ്. അതാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത്. ഇസ്ലാം തിരിച്ചു വരുന്നത് പൂജാ പരിപാടികളുടെ മതമായിട്ട് മാത്രമല്ല, അതൊരു സമഗ്ര രാഷ്ട്രീയ സാമൂഹിക ഒരു ക്രമമായിട്ടാണ്. അങ്ങനെ ഒരു ക്രമം ലോകത്ത് തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ആ സാമൂഹിക ക്രമത്തെ അട്ടിമറിക്കാൻ അവരയച്ച ഖലീഫയാണ് ഈ ഖലീഫ അബൂബക്കർ ബഗ്ദാദി. നേരത്തെ നബിയെ അയച്ചവർ തന്നെയാണ് ഇപ്പൊ ഖലീഫയെയും നിയോഗിച്ചത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മുസ്ലിം സമുദായങ്ങൾക്കും സംഘടനക്കും വേണം. അല്ലാതെ ISന്റെ ഉത്തരവാദിത്തം സലഫികളുടെ പെരടിയിലോ ISന്റെ ഉത്തരവാദിത്തം സൂഫിയാക്കളുടെ പെരടിയിലോ രണ്ടു കൂട്ടരും കൂടിയിട്ട് മൗദൂദിയുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെ ചുമലിലോ വെച്ച് കെട്ടിക്കൊടുക്കുന്നത് സാമ്രാജ്യത്വത്തിന് ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട വാദസേവയായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു തീവ്രവാദ സലഫി കാഴ്ചപ്പാടുകൾക്ക് സ്ഥലകാല സംബന്ധമായ ഒരു വിശാലത ഉൾക്കൊള്ളാൻ അവർക്ക് അല്പം പ്രയാസമുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു വീക്ഷണം. യഥാർത്ഥത്തിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു വിലയിരുത്തലാണത്. സലഫി കാഴ്ചപ്പാടിന് സ്ഥലവും സാഹചര്യവും നോക്കിക്കൊണ്ട് വിശാലത കാണിക്കുന്നതിൽ അവർ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അവർക്ക് തന്നെ കുഴപ്പം എന്നേ ഉള്ളൂ. ഒരിക്കലും അവർ തീവ്രവാദത്തെ തീവ്രവാദപരമായി ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമല്ല.
എന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് ഉറപ്പുണ്ട്. നമ്മളുടെ ഇവിടെ വളരെ വ്യവസ്ഥാപിതമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു അത്തരം കാര്യങ്ങളെ പറ്റി പറയാമെങ്കിൽ ഞാൻ പിന്നെ പറയാമെന്ന്, അങ്ങ് ആ വിഷയമാണ് ഈ MM അക്ബർ. ഇപ്പൊ ഇവിടെ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കണം. എന്താ ഇപ്പൊ മൂപ്പർ ചെയ്ത തെറ്റ്? ഇസ്ലാമിക പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിക പ്രബോധനം നടത്തുന്നതിൽ ശൈലീപരമായ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന വിഷയം പ്രബോധനത്തിന്റെ, ഖുർആനിന്റെ, ഗവൺമെന്റിന്റെ കണ്ണുരുട്ടലുമായിട്ടല്ല, ഖുർആനിന്റെ അധ്യാപനങ്ങളുമായിട്ടാണ് അതിന് ബന്ധം. ഉദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഔചിത്യത്തോടെ, സതുപദേശത്തോടെ, പിന്നെ നല്ല ആരോഗ്യകരമായ സംവാദത്തോടെ ദഅവത്ത് നടത്തണം എന്ന് അല്ലാഹു പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദഅവത്ത്. നമ്മളൊക്കെ ദഅവാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അങ്ങനെ തന്നെ. അങ്ങനെ വ്യവസ്ഥാപിതമായിട്ട് ഇന്ത്യ രാജ്യത്ത് ദഅവത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു സാക്കിർ നായിക്. അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾക്കൊക്കെ നിയന്ത്രണം വരുത്തി, അദ്ദേഹത്തിന്റെ മേലെ ചുമത്തി, അദ്ദേഹത്തിന്റെ പ്രവർത്തന സാധ്യതകളെ മുഴുവൻ അടച്ചു കളഞ്ഞു. അവിടെ ഇരുട്ടിന്റെ ശക്തികൾ ഈ വെളിച്ചത്തെ ഭയപ്പെടുന്നത് കൊണ്ട് വേറൊരു കുഴപ്പവും ഇതിന്റെ പിന്നിലില്ല. അതിന്റെ ചോടൊപ്പിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവിടെ തേങ്ങ ഉടക്കുമ്പോൾ ഇവിടെ ചിരട്ടെങ്കിലും ഉടക്കണമല്ലോ. ആ ഗണത്തിൽ നമ്മുടെ ഗവൺമെന്റ് പോകുന്നുവെങ്കിൽ ഇതൊരു ഇടതുപക്ഷ ഗവൺമെന്റിന് ചേർന്നതല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷം ഒരുപക്ഷെ ആ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലപാടിങ്ങനെ വ്യക്തമാക്കലും ആളുകളെ അതിന്റെ മുറക്ക് പിടിക്കലും ഇത് മുമ്പേ ഇവർക്കുള്ളതാണ്. ആ കളിയാണ് ഇതിലും കളിക്കുന്നതെങ്കിൽ ഈ കളിക്ക് നിങ്ങൾ മുമ്പത്തേതിനേക്കാൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാം. ആ കളിയെ മുമ്പ് കളിച്ചതെന്ന് പറഞ്ഞാൽ മോഡി, നമ്മുടെ മഹ്ദനിയുടെ കാര്യത്തിൽ ഇവരെന്താ ചെയ്തത്? ഇരയോടൊപ്പം ഓടുകയും വേട്ടമൃഗത്തോടൊപ്പം വേട്ടയാടുകയും എന്ന മാതിരിയുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. അബ്ദുൽ നാസർ മഹ്ദനിയുടെ കാര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കത് പറയുന്നതിലും പ്രവർത്തിക്കുന്നതിലും ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ നിലപാട്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർഹിക്കുന്ന ശിക്ഷ അദ്ദേഹത്തിന് കൊടുക്കണം, ഒരു സംശയമില്ല. നേരെ മറിച്ച് തെറ്റ് തെളിയിക്കപ്പെടാതെ ആദ്യത്തേത് പോകട്ടെ, അവസാനം 9 കൊല്ലത്തിന് ശേഷം പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു ഇരിക്കട്ടെ. രണ്ടാമത്തെ സംഭവത്തിൽ 1.5 കാലുള്ള ഈ മനുഷ്യൻ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിരന്തരമായ ശ്രദ്ധയിലും സംരക്ഷണത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു പ്രകൃതക്കാരനായ ഒരാൾ ആരുമറിയാതെ അവിടെ കടകിൽ പോയിട്ട് അവിടത്തെ തീവ്രവാദ ക്യാമ്പുകളിൽ പോയി ക്ലാസ് എടുത്തു എന്ന കഥ, ഇതൊരു കഥ എന്ന് പോലും പറയാൻ പറ്റൂല. കാരണം കഥ ഇതിനേക്കാളൊക്കെ ലോജിക്കുള്ളതായിരിക്കും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ലേ? മുസ്ലിം സമുദായം മൗനം പാലിച്ചു. ജമാഅത്തെ ഇസ്ലാമി അന്നേ പറഞ്ഞു ഈ മൗനത്തിന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും. വിശദാംശങ്ങളിൽ നമുക്ക് യോജിപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അടിസ്ഥാനപരമായി ഈ നടക്കുന്നത് ശരിയോ തെറ്റോ എന്നതാണ്. അനീതിയാണെങ്കിൽ അനീതിക്കെതിരെ ശബ്ദമുയർത്തണം. അനീതിക്കെതിരെ ശബ്ദമുയർത്തിയിട്ട് നിങ്ങൾക്ക് തൂക്കുകയറാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ദുനിയാവല്ല, അവിടെയാണ് സ്വർഗം എന്ന് നിങ്ങൾ കാണണം. അങ്ങനെയാണ് ശുഹദാക്കൾ ഉണ്ടായത്. ഷഹാദത്ത് മത്ലൂബ മഖ്സൂദ മുഅ്മിൻ നമാലേ ഗനിമത്ന കശ്വർക കസായി. അല്ലാമ ഇഖ്ബാൽ ഒരിടത്ത് പറയുന്നുണ്ട്, മുഅ്മിനായ മനുഷ്യന്റെ രക്തസാക്ഷ്യം എന്ന് പറയുന്നത് ഇവിടത്തെ ദുനിയാവിലെ സ്വത്തുവകകൾക്കും സമ്പത്തിനും സ്ഥാനമാനത്തിനും വേണ്ടിയല്ല, നീതിയുടെ പക്ഷത്ത് നിലനിന്നുകൊണ്ട് സമര രംഗത്തിറങ്ങാൻ. നീതി വളരെ ഗൗരവപ്പെട്ട മൂല്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുയായി ഒരു പടയങ്കി കെട്ടിട്ട് പിടിക്കപ്പെടും എന്ന് കരുതിയപ്പോ അതൊരു ജൂതന്റെ പെരടിയിലേക്ക് വെച്ച് കെട്ടി. കഥ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ശുദ്ധ ഖുർആനിലുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായിയായ ഒരാൾ ഒരു പടയങ്കി കെട്ടു, എന്നിട്ട് പിടിക്കപ്പെടും എന്ന് വന്നു. അപ്പൊ അയാൾ ഒരു ജൂതനാണ് കട്ടത് എന്ന് വരുത്തി തീർക്കാവുന്ന രീതിയിൽ ഒപ്പിച്ചു വെച്ചു. കേസ് റസൂലുള്ളാഹിന്റെ അടുത്തെത്തി. റസൂലുള്ളാഹിക്ക് ബാഹ്യ തെളിവ് വെച്ചല്ലേ വിധിക്കാൻ പറ്റുള്ളൂ. റസൂലുള്ള ജൂതനായിരിക്കും കുറ്റവാളി എന്ന മട്ടിൽ വിധി പറയാൻ പോയി. ആ ജൂതൻ എന്ന് പറഞ്ഞാൽ അന്ന് മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ട കൂട്ടരൊന്നുമല്ല, മുസ്ലിങ്ങളുമായി അങ്ങേയറ്റത്തെ ശത്രുതയിൽ കഴിയുന്ന ഒരു വർഗം. അന്ന് മാത്രമല്ല എന്നും ഖുർആൻ തന്നെ പറയുന്നു, വലതജിദന്ന അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനു വൽ യഹൂദ്. വിശ്വാസികളോട് ഏറ്റവും കൂടുതൽ ശത്രുതയിൽ കഴിയുന്നവരായിട്ട് യഹൂദരെ നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞ ആ ജൂതൻ, അങ്ങനത്തെ ഒരു ജൂതൻ, നിരപരാധിയായ ജൂതൻ, ഈ സഹാബി, ഈ പ്രവാചകന്റെ അനുചരന്റെ ഒരു കെണിയിൽപ്പെട്ടിട്ട് കള്ളനാക്കപ്പെടുന്ന അവസ്ഥ വന്നപ്പോ ആ ജൂതന് വേണ്ടി 10ഓളം ആയത്തുകൾ അവതരിപ്പിച്ച ഖുർആനിന്റെ വക്താക്കളാണ് നമ്മൾ എന്നതുകൊണ്ടാണ് നമ്മൾ നീതിയുടെ പക്ഷത്ത് നിൽക്കണം എന്ന് പറയുന്നത്. ഇത് ചില്ലറ കാര്യമല്ല. ഇത് നമ്മളുടെ സുഖസൗകര്യങ്ങളുടെ പ്രശ്നമല്ല, നമ്മളുടെ നേട്ടകോട്ടങ്ങളുടെ വിഷയമല്ല. അതുകൊണ്ട് അബ്ദുൽ നാസർ മഹ്ദനിയുടെ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന് ഒന്നിച്ചൊരു ശരമുയർത്താൻ കഴിഞ്ഞില്ല.
അത് അയാൾ അനുഭവിക്കല്ലേ, പ്രവർത്തിച്ചതിന്റെ ഫലമല്ലേ, അനുഭവിക്കട്ടെ എന്ന മട്ടിൽ നമ്മൾ പോയി. അവസാനം എന്ത് സംഭവിച്ചു? അത് അവിടം കൊണ്ട് തീർന്നില്ല. ഇപ്പൊ നമ്മൾ സാക്കിർ നായിക്കിന്റെ അവസ്ഥ വന്നു. ഇനിയും മുസ്ലിം സമുദായം മൗനം പാലിച്ചാൽ ഇപ്പൊ ഇവിടെ കേരളത്തിലേക്ക് എത്തി. എം അക്ബറിന്റെ വിഷയത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇത്തരം പ്രവണതകളെ തുടക്കം മുതൽ തന്നെ എതിർത്തു പോന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അതിലൊരു സംശയവും ഉണ്ടാകില്ല. നിങ്ങൾ അത് ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പത്രത്തിലെ പേജുകൾ നോക്കൂ. നിങ്ങൾ അതിന്റെ പ്രവർത്തകരുടെ പങ്കാളിത്തത്തോടെ നടക്കുന്ന ചാനലിലെ വാർത്തകൾ നോക്കൂ. നിങ്ങൾ അതിന്റെ പോഷക സംഘടനകളുടെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ പ്രവർത്തന പരിപാടികൾ നോക്കൂ. ഇതിന്റെ പ്രഭാഷകർ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയായത് യാദൃച്ഛികമല്ല. പ്രവാചകന്റെ കൊടിയ ശത്രുവായ ജൂതനെ കള്ളക്കേസിലകപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ജൂതന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ജൂതന്റെ നീതിക്ക് വേണ്ടിയിട്ട് 10ഓളം ആയത്തുകൾ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് കാണാമെങ്കിൽ അത്രയും ഗൗരവപ്പെട്ട നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നു, എം അക്ബറിന്റെ വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ജനകീയവും വിശാലവുമായ പ്രതിഷേധമുണ്ടാവണം. അത് മുജാഹിദ് സുഹൃത്തുക്കളുടെ ഒരു പാർട്ടി കാര്യമല്ല, അത് മുസ്ലിം ഉമ്മത്തിന്റെ നിലനിൽപ്പിന്റെ ലക്ഷണമാണ്. ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ്. അതിന്റെ 1ാമത്തെ ഡോസിൽ തന്നെ പ്രതികരിക്കേണ്ടതുപോലെയുള്ള ജനാധിപത്യപരമായ പ്രതികരണങ്ങൾ വന്നില്ല എങ്കിൽ അത് അയാളല്ലേ, ഇത് ഇയാളല്ലേ, അങ്ങനെ അവസാനം നിങ്ങളുടെ വീട്ടുപടിക്കൽ വന്ന് മുട്ടുമ്പോ പ്രതികരിക്കാൻ ഒരാളും ഉണ്ടാവാത്ത അവസ്ഥ വരും എന്ന് മുസ്ലിം സമുദായത്തിലെ ഇനിയും ഉണരാത്ത ആളുകൾ ഉണരണം എന്ന് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മളുടെ ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ പഠിച്ച ഇസ്ലാമിൽ അങ്ങനെയൊക്കെയാണുള്ളത്. നിങ്ങൾ മഹാന്മാരുടെ ചരിത്രം മുഴുക്കെ പഠിക്കുക. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നീണ്ടുപോയി സമയം, അല്ലെങ്കിൽ നമുക്ക് അതിലേക്കൊക്കെ പോകാം. മദ്ഹബിന്റെ ഇമാമുകളുടെ കഥ പഠിച്ചു നോക്ക്. മര്യാദക്ക് ജീവിതകാലത്ത് നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ ഇന്നിപ്പോ ഇവിടെ ആദരിക്കപ്പെടുന്ന ആളുകളാണല്ലോ മദ്ഹബിന്റെ ഇമാമുകൾ. ഈ മദ്ഹബിന്റെ ഇമാമുകളിൽ ആരെങ്കിലും നമ്മളുടെ ഇന്നത്തെ പണ്ഡിതന്മാർ നടക്കണ മാതിരി കാർ ടു കാർപ്പറ്റ് എന്ന് പറഞ്ഞാൽ കാറിൽ നിന്ന് കാർപ്പറ്റിലേക്ക്, കാർപ്പറ്റിൽ നിന്ന് കാറിലേക്ക്, കാർ ടു കാർപ്പറ്റ് കമ്പനി അങ്ങനെ നടന്നിട്ടുണ്ടോ? മുസ്ലിം രാജാക്കന്മാര് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കെ ഈ മഹാന്മാരായ ആളുകളെ അവരുടെ മുഖത്ത് കരിതേച്ച് കഴുത്തിൽ കീറച്ചരിപ്പെട്ട് അങ്ങാടി പിള്ളേരെ കൊണ്ട് കൂക്കി വിളിപ്പിച്ചുകൊണ്ട് ഇമാം ഷാഫിയെയും മുഹമ്മദ് ബിൻ ഹംബലിനെയും ഇമാം മാലിക്കിനെയും ഇമാം അബൂ ഹനീഫയും ഒക്കെ ഒരു കോലത്തിൽ അല്ലെങ്കിൽ ഒരു കോലത്തിൽ അതത് കാലത്തെ അധികാര കേന്ദ്രങ്ങൾ വേട്ടയാടിയ കഥ മുസ്ലിം ഉമ്മത്തിന് അറിയാത്തതാണോ? ഇവരിൽ പലരും മരിച്ചത് ജയിലിൽ കിടന്നാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അവരുടെ അറിയപ്പെട്ട ഗ്രന്ഥങ്ങൾ പലതും തടവറകളിൽ നിന്ന് എഴുതപ്പെട്ടതാണെന്ന് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടില്ലേ? ഇവരൊക്കെ ക്രിമിനൽ ആയതുകൊണ്ടാണോ? ഇവരൊക്കെ ഭീകരവാദികളായതുകൊണ്ടാണോ? ഈ പ്രവാചകന്മാരെ, അവരുടെ മാർഗത്തിൽ വന്നവരെ, സച്ചരിതരായ ആളുകളെയൊക്കെ ഇങ്ങനെ വേട്ടയാടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അവർ ആർജവത്തോടെ നീതിയുടെ പക്ഷത്ത് നിലകൊള്ളാൻ ശ്രമിച്ചു എന്നതാണ്. ആ നീതിയുടെ പക്ഷത്ത് നിലനിൽക്കുക എന്നത് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്ത് രണ്ടായത്തുകൾ നിങ്ങൾക്ക് ഖുർആനിൽ കാണാം. വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന്റെ ആളുകളായി, അല്ലാഹുവിനായി നിലകൊണ്ട് നീതിയുടെ വാഹകരായി മാറണം. നിങ്ങൾ നീതിക്കായി നിലനിന്ന് അല്ലാഹുവിന്റെ സാക്ഷികളായി തീരണം. നീതിയോടുള്ള നമ്മുടെ ബന്ധം വളരെ ഗൗരവപ്പെട്ടതാണ്. നീതി എന്ന് പറഞ്ഞത് നമുക്ക് തോന്നിയത് പറഞ്ഞതിനല്ല. നീതി അനീതി എന്നതിനൊക്കെ അതിൻ്റെതായ രീതിശാസ്ത്രമുണ്ട്. ഇവിടെ ഇന്ന് തീവ്രവാദത്തിന്റെ പേരിൽ കേസിൽ പെടുത്തി, കള്ളക്കേസിൽപ്പെടുത്തി, ജയിലറകളിലിട്ട് ജീവിതത്തിന്റെ നല്ല കാലം തടവറകളിൽ കഴിയേണ്ടി വരുന്ന 100 കണക്കിനോ 1000 മുസ്ലിം ചെറുപ്പക്കാരുള്ള ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് അരവരി പോലും അതിനെപ്പറ്റി പറയാതെ ഇവിടെ മതസംഘടനകൾ സുഖസുന്ദരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ, ഞാനിപ്പോ അടുത്ത് സ്ഥലം പറയുന്നില്ല, ഈ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇപ്പൊ അവരെ ഞാൻ ഇവിടെ വന്ന് പ്രസംഗിച്ച് മോശമാക്കിയെന്ന് പിന്നെ അവർ പറയാൻ ഇടവരണ്ട. ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ള കാലമാണല്ലോ. ഏത് വിവരം കെട്ടവനും കയറി നിരങ്ങി പ്രസ്താവന നടത്തി ആകെ വഷളാക്കി പോട്ടെ. അപ്പോൾ എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് എന്നെ ഞാൻ പരിചയപ്പെടാൻ ഇട വന്നു. ജമാഅത്തുകാരനൊന്നല്ല, മുസ്ലിം പൊതു. അപ്പോൾ അങ്ങനെ വർത്തമാനത്തിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇവിടെ 2 ആഴ്ച മുമ്പ് ബമ്പിച്ച പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ പരിപാടി? അപ്പോൾ ഒരു തെക്കുന്ന് അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ്. അവിടെ നിന്ന് ആരും നന്നാക്കാതെ, കാരണം അവിടെ നന്നാക്കിയ പൈസ കിട്ടില്ല. ഇവിടെ ഖബറിലെ ആദ്യ രാത്രി പ്രസംഗത്തിൻ്റെ വിഷയമാണ്. ഖബറിലെ ആദ്യ രാത്രി ലേശം പൈങ്കിളി ആയാലുള്ളത് ചിലവാകുള്ളൂ. വിപണി
അതാണ് 50,000 ഉറുപ്പ്യ. അപ്പോൾ ഖബറിലെ മുഴുവൻ രാത്രിയും കൂടി ഇയാൾ പറഞ്ഞെങ്കിൽ എത്രായിരം ഉറുപ്പ്യ കൊടുക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ? ഇവിടെ വിഷയം അതല്ല. അതെ, ഈ വിദ്വാൻ അങ്ങനെ ഇവന്റ് മാനേജ്മെന്റ് ടീമിനോടൊപ്പം വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്വാൻ ഈ പറയപ്പെട്ട സ്ഥലത്ത് ഒരു കിടിലൻ പ്രഭാഷണം നടത്തി. എന്താ വിഷയം എന്നറിയോ? ഫാത്തിമ ബീവിയുടെ കല്യാണം. എത്ര ദിവസം? 3 ദിവസം ഫാത്തിമ ബീവിയുടെ കല്യാണം. എന്നിട്ട് ആ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ഒരു 5 മിനിറ്റ് അയാളോട് സംസാരിച്ചിട്ടുള്ളൂ, ഒരു 10 മിനിറ്റ്. അയാൾ വളരെ ഒരു നർമ്മരസമുള്ള ആളാണ്. എൻ്റെ മൂപ്പർ എന്നോട് പറയാണ്, അലി റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 5 പൈസയുടെ ചിലവില്ലാത്ത കല്യാണത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് 6.5 ലക്ഷം രൂപ മിച്ചം കിട്ടി. അയാളെ കമ്മീഷനൊക്കെ കഴിച്ചിട്ടേ 3 ദിവസം. എന്നാൽ ഈ കാലം ഏതാണെന്നറിയോ? മുസ്ലിം ചെറുപ്പക്കാരെ അന്യായമായി തടവിലിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കഥകൾ നിരന്തരമായി പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരെയും സമൂഹത്തെയും ഒരുമിച്ച് കൂട്ടി ഒരു മതപ്രഭാഷകൻ ആ ഫാത്തിമ ബീവിയുടെ കല്യാണത്തെക്കുറിച്ച് 3 ദിവസം രാഖത പറഞ്ഞ് സുഖിച്ചു രസിച്ചു കാശുണ്ടാക്കിപ്പോയി എന്ന് പറയുമ്പോൾ ഈ പ്രയാസപ്പെടുന്ന ഇസ്ലാമായതിൻ്റെ പേരിൽ, വേറെ ഒന്നിൻ്റെയും പേരിലല്ല, മുസ്ലിമായതിൻ്റെ പേരിൽ മാത്രം വേട്ടയാടപ്പെടുന്ന ഈ മനുഷ്യർക്ക് വേണ്ടി ഒരു വരി പറയാൻ സമയം ചെലവഴിക്കാത്ത ഈ ആളുകളൊക്കെ എങ്ങനെ കടന്നു പോകുന്ന ആളെ നാഥന്റെ മുമ്പിൽ ആലോചിച്ച് നോക്കണം നിങ്ങൾ. വളരെ ഗൗരവപ്പെട്ടതാണ് സ്ഥിതി. ഞാനിത് അവസാനിപ്പിക്കാൻ പ്രിയമുള്ളവരെ പറഞ്ഞു വന്നത്, ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അതിൻ്റെ ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു ഭാഗമാണ്. അതിൻ്റെ ദേശീയ വിഷയങ്ങളിലുള്ള നിലപാട്, അതിൻ്റെ അന്തർദേശീയ വിഷയങ്ങളിലുള്ള ഇടപെടൽ, അത് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പ്രകടനം കാണും, പൊതുയോഗം കേൾക്കും, പോസ്റ്റർ കാണും, ഇക്കൂട്ടർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളൊരല്പം കൂടി അടുത്തിരുന്ന് അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടുത്തെ മനുഷ്യന്റെ പൊള്ളുന്ന പ്രശ്നങ്ങളോ ഇവിടുത്തെ കണ്ണീര് കുടിക്കുന്ന വിധവകളുടെയും അമ്മമാരുടെയും വേദനകളോ ആണ് ഈ പ്രവർത്തകരുടെ നാവിലൂടെ ലോകമറിയുന്നത് എന്ന്. അങ്ങനെ ഒരു അലമുറ പോലും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങളെ ഇക്കൂട്ടർ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുമായിരുന്നു എന്ന് വളരെ ഗൗരവത്തോടെ നിങ്ങൾ ആലോചിക്കണം. വേറൊരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പത്രം വായിക്കണ്ടെന്നാണ്. കാരണം പത്രം വായിച്ചാൽ ആകെ പ്രശ്നമാണ്. അപ്പോൾ ഒരു വലിയ ഇസ്ലാമിക പ്രവർത്തനമാണത്. ഏത്? പത്രം വായിക്കണ്ട. പത്രം വായിച്ചതുകൊണ്ട് പ്രശ്നം ഉണ്ടായതൊന്നല്ല, പ്രശ്നം നാട്ടിൽ നേരത്തെ തന്നെ ഉള്ളതാണ്. പത്രം വായിക്കുമ്പോൾ വിവരം ഉണ്ടാവും എന്നുള്ള മാത്രം പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനലും വാതിലും അടച്ചാൽ നാട്ടിലെവിടെയും കാറ്റടിക്കില്ല എന്നാണ് അപ്പോൾ അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പത്രം വായിക്കണ്ട. ജമാഅത്തെ ഇസ്ലാമി എന്താ സ്വഭാവം നിങ്ങൾക്കറിയോ? ജമാഅത്തെ ഇസ്ലാമി സ്വന്തമായിട്ടൊരു പത്രം, കേരളീയ പൊതുസമൂഹത്തിന് വായിക്കാൻ പറ്റുന്ന വൃത്തിയും അന്തസ്സുമുള്ള ഒരു പത്രം, ഗൾഫ് രാജ്യങ്ങളിൽ നമ്പർ 1 ആയിട്ടും ഇവിടെയും അത്ര മോശമല്ലാത്ത അവസ്ഥയിലുമുള്ള ഒരു പത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമാണ്. അപ്പൊ പത്രം വായിക്കണ്ട എന്നത് ഇസ്ലാമിക പ്രവർത്തനമായി മാറിയ ഒരു സംഘത്തിന്റെ സ്ഥിതിയും വ്യവസ്ഥാപിതമായ ഒരു മൂർച്ചയുള്ള പത്രം കൊണ്ട് ഫാസിസ്റ്റുകൾക്കും അവരുടെ കുതന്ത്രങ്ങൾക്കും എതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ സ്ഥിതിയും തമ്മിലുള്ള അന്തരം, അതിനെപ്പറ്റി നിങ്ങൾ വേറെ തന്നെ പഠിക്കണം. എവിടെ നിൽക്കണം, ഏത് പക്ഷത്തെ ബലപ്പെടുത്തണം എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം. എനിക്ക് ആ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇനിയും ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ച ആമുഖത്തിനെതിരായി പോകും എന്നതുകൊണ്ട് തൽക്കാലം ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു പറയാനുള്ളത്, നമ്മളുടെ ഇടയിൽ വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. മുസ്ലിം ഉമ്മത്തിൻ്റെ ഇടയിൽ വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ട്. വിയോജിപ്പുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ വിയോജിപ്പുള്ള കാര്യങ്ങളേ ഉള്ളൂ എന്നല്ല. നമ്മളുടെ ഇടയിൽ യോജിപ്പുള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നമ്മൾ യോജിപ്പാൻ, മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് യോജിപ്പാൻ. ആ യോജിപ്പിന്റെ തലങ്ങൾ സത്യസന്ധത, നീതി, ധർമ്മം അങ്ങനെ തുടങ്ങിയ മൂല്യങ്ങളുടെ സംസ്ഥാപനത്തിലും പരിപോഷണത്തിലും നമ്മൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിനൊക്കെയും യോജിപ്പാൻ. ഞാൻ പറയുന്നത് യോജിപ്പുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അതിന് വിയോജിപ്പുണ്ടല്ലോ അവരുമായിട്ട് എന്നത് വിഷയമാക്കരുത്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. യോജിപ്പുകളിൽ ഒന്നിച്ചു പോവുക, വിയോജിപ്പുകൾ വിഷയമാക്കാതെ. നേരെ മറിച്ച് ഇതല്ലാത്തൊരു നിലപാട് കൊടുക്കാം. അവരുമായിട്ട് യോജിപ്പൊക്കെ ഉണ്ട്, പക്ഷേ യോജിപ്പിൽ ഒന്നിച്ചൊക്കെ ചെയ്യാം. പക്ഷെ ആദ്യം വിയോജിപ്പ് ചർച്ച ചെയ്ത് തീർക്കണം, എന്നിട്ട് യോജിപ്പിൽ ഒന്നിക്കാം. ഇതാണ് രണ്ടാമത്തെ സമീപനം. ഒന്നാമത്തെ സമീപനത്തിന്റെ ഗുണം എന്താണെന്നറിയോ? വിയോജിപ്പുകളുണ്ട്, പക്ഷെ യോജിപ്പുള്ളതിൽ നമുക്ക് ഒന്നിച്ചു പോകാം. യോജിപ്പുകളിൽ നമ്മൾ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചാൽ വിയോജിപ്പിന്റെ തലം കാണെ കൂടെ ചുരുങ്ങി വരും.
കാണെ കൂടെ കൂടെ ചുരുങ്ങി വരും. നേരെ മറിച്ച് വിയോജിപ്പ് ചർച്ച ചെയ്ത് തീർത്തിട്ട് മതി യോജിപ്പുള്ളതിൽ ഒന്നിച്ചു പോക്ക് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ, വിയോജിപ്പങ്ങ് ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോൾ നേരത്തെ കാലത്തെ യോജിപ്പുണ്ടായിരുന്നത് പോലും വിയോജിപ്പുകളായി മാറും. അങ്ങനെ വിയോജിപ്പിന്റെ തലം വികസിച്ച് ലെവലേഷം ഒത്തുപോകാൻ സാധിക്കാതെ വരും. ഈ രണ്ടാമത് പറഞ്ഞ സമീപനമാണ് നിർഭാഗ്യവശാൽ കേരളത്തിലെ മതസംഘടനകൾ സ്വീകരിച്ചത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. നിങ്ങളോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ സമീപനം നിങ്ങൾ പുനരാലോചിക്കണം. എന്നിട്ട് വിയോജിപ്പിന്റെ തലങ്ങളെ വികസിപ്പിക്കണം. ഇവിടെ നടന്ന മുജാഹിദ് സംഘടനകളുടെ ഐക്യ മഹാസംഗമം യഥാർത്ഥത്തിൽ അതിൽ അകമഴിഞ്ഞ് സന്തോഷിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. പക്ഷെ നിർഭാഗ്യവശാൽ അതിന്റെ ഒരു പ്രതികരണം വന്നു നോക്കിയപ്പോൾ ആകെ കൂടി അത് പൊളിക്കാൻ ശ്രമിച്ച വല്ല കൂട്ടർ രാജ്യത്തുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ള മട്ടിലായിപ്പോയി. മാധ്യമം ഒരു ദിനപത്രമാണ്. ദിനപത്രത്തിന്റെ നിങ്ങളൊരു നോട്ടീസ് ഇറക്കാൻ തീരുമാനിച്ചാൽ അതിലെ ഒരു എത്ര പ്രാവശ്യം നോക്കേണ്ടി വരും? അതിൽ അക്ഷരത്തെറ്റില്ലാതെ ഒരു നോട്ടീസ് ഇറക്കണമെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ലാതെ ഒരു കൂട്ടരെ വെല്ലുവിളിക്കല്ലേ ഞാൻ. നമ്മളൊരു ഒരു 2 പേജുള്ള ഒരു നോട്ടീസ് ഇറക്കാൻ തീരുമാനിച്ചാൽ ഈ മലയാള ഭാഷയിൽ 52 അക്ഷരങ്ങളുണ്ട്. ഇത് തലങ്ങും വിലങ്ങൊക്കെ കൂടി വന്നിട്ട് ഏത് ഷാ എന്നൊക്കെ പറഞ്ഞ അക്ഷരമാണ് ഏത് എന്നൊക്കെ ഉറപ്പുവരുത്തി ഒരു നോട്ടീസ് ഇറക്കാൻ എത്ര അധ്വാനം വേണ്ടി വരും? ഇത് 10-15 പേജ് ഓരോ ദിവസവും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ദിനപത്രത്തിലെ ഒരു വാർത്തയാണോ? വളരെ വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ നിലപാടളക്കാൻ നിങ്ങളുടെ മാനദണ്ഡം ഇത്ര ഗുണകാംക്ഷയെ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയൂ എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി പറയാനുള്ളത്. ഒരിക്കലും മുജാഹിദ് സംഘടനകൾക്കിടയിൽ പിളർപ്പുണ്ടാക്കൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയല്ല. എന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യോജിപ്പുള്ള തലങ്ങളെ തേടുക എന്നതാണ് നമ്മളുടെ സമീപനം. അതിന്റെ പേരിൽ പലരും പരിഹസിച്ചിട്ടുണ്ട്, പലരും ആക്ഷേപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിൽ നിലപാടുകൾ ഉണ്ടായാലേ അടിസ്ഥാനങ്ങളിൽ യോജിച്ചുകൂടൂ എന്ന് ജമാഅത്തെ ഇസ്ലാമി മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കാത്തത് ഞങ്ങൾക്ക് ചരിത്രം അറിയാവുന്നത് കൊണ്ടാണ്. ഏതെങ്കിലും ചരിത്രമല്ല, മുസ്ലിങ്ങളുടെ ചരിത്രം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരു വശത്ത്, ഒരു വശത്ത്, പ്രമുഖരായ വേറെ കുറെ സഹാബി വര്യന്മാർ മറുവശത്ത്. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. സയ്യിദ് സുലൈമാൻ നദവി, പണ്ഡിതനായ സയ്യിദ് സുലൈമാൻ നദവി അവരുടെ ഒരു പുസ്തകമുണ്ട്, സീറത്തു ആയിഷ റളിയല്ലാഹു അൻഹ. അത് മലയാളത്തിൽ IPH എന്ന് പറയുന്ന പ്രസാധക സംഘം പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ കോപ്പി പിന്നെ ചെലവാൻ വേണ്ടി പറയല്ല. ആ പുസ്തകത്തിൽ ഒരിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹായും പ്രമുഖ സഹാബി വര്യന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പറ്റി പറയുന്നുണ്ട്. വെറുതെ പറയല്ല, ഒരു ചാർട്ട്, ഒരു കോളം 2 പേജിൽ കള്ളി വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹായുടെ പേര്, അവരുടെ അഭിപ്രായങ്ങൾ, മറുവശത്ത് മറ്റ് സഹാബി വര്യന്മാരുടെ പേര്, അവരുടെ നിലപാടുകൾ. ഇതൊക്കെ ആരാധനാപരമായതും മതപരവുമായ വിഷയങ്ങളിലാണ്. എന്നിട്ട് അവർ തമ്മിൽ തല്ലിയോ? ഇല്ല. കാരണം അവർക്ക് ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. ജീവിതത്തിന്റെ പൊതു ലക്ഷ്യത്തിൽ അവർ ഒന്നിച്ചു. വിശദാംശങ്ങളിലെ വിയോജിപ്പുകളെ അവർ മാനിച്ചു. മുസ്ലിം ഉമ്മത്ത് എന്തും തർക്കമാക്കി തീർത്തത് അവർക്ക് കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പൊതു ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് ആ കൃത്യമായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം സമുദായത്തെ അവമതിക്കാൻ കഴിയില്ല, ഭിന്നിപ്പിക്കാൻ കഴിയില്ല, വില കുറക്കാൻ കഴിയില്ല. മാധ്യമം ദിനപത്രത്തിന്റെ പത്രപ്രവർത്തനത്തിന് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ സുഖകരമല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഓരോ സന്ദർഭത്തിലും അതിന്റെ നിജസ്ഥിതികൾ പരിശോധിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതിനെ ന്യായീകരിക്കാൻ നമ്മൾ മെനക്കെടാറില്ല. സോഷ്യൽ മീഡിയയിൽ കയറി നിരങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകരാണെങ്കിൽ ഉണ്ടെങ്കിൽ അവരും ഈ മര്യാദ പാലിക്കണം എന്ന് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിലും ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മഅസൂമീങ്ങളാണ്, ഒരു അബദ്ധവും പറ്റൂല എന്ന് നമുക്ക് അവകാശവാദമില്ല. നമ്മൾക്ക് പറ്റിയാൽ വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, ബോധപൂർവം അബദ്ധങ്ങളെ ന്യായീകരിച്ച് ഞങ്ങൾ അതിൽ നിലകൊള്ളില്ല, മാന്യമായിട്ടത് തിരുത്തും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ആ ഒരു വിശ്വാസതയെ ഒരു പത്രത്തിലെ ഒരു വാർത്തയല്ല, ഒരു ആദർശ പ്രസ്ഥാനത്തിന്റെ, അതും എല്ലാം രേഖയാക്കിയ, എല്ലാത്തിനും എഴുത്തുള്ള, എല്ലാത്തിനും അടിസ്ഥാനമുള്ള, വ്യവസ്ഥാപിതമായി ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സ്റ്റേറ്റുകളിലും ഘടകങ്ങളുള്ള, എല്ലാ ഭാഷകളിലും വിശുദ്ധ ഖുർആൻ പരിഭാഷ ഇറക്കിയ, എല്ലാ ഭാഷകളിലും ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ പറ്റിയ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള, മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സമഗ്രമായും സന്തുലിതമായും ഇസ്ലാമിനെ പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങൾ IPH എന്ന് പറയുന്ന പ്രസാധക സംഘത്തിൻ്റെതാണ്. അല്ലെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. ഉറുദുവിലും ഇംഗ്ലീഷിലും നിങ്ങൾ അന്വേഷിക്ക്. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാമിനെ സമഗ്രവും സന്തുലിതവുമായി അവതരിപ്പിക്കുന്ന വൈജ്ഞാനിക ശേഖരം ഇന്ത്യ രാജ്യത്തിന് സമർപ്പിച്ചത് മർക്കസി മക്തബ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസാധക സംഘമാണ്.
അപ്പോ അത്രയും വലിയ ഒരു പ്രസ്ഥാനം, ഇത്രയും കൃത്യമായ നിലപാടുകൾക്ക് രേഖയുള്ള, അത് കൃത്യമായി എഴുതി അച്ചടിച്ച് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന, ആഭ്യന്തര ചർച്ചകളിലെ രേഖകൾ വരെ അച്ചടിച്ച് റെക്കോർഡാക്കി അങ്ങാടിയിലെത്തിക്കുന്ന, അതാണ് റൂദാദ് ജമാഅത്തെ ഇസ്ലാമി. നിങ്ങൾ വായിച്ചു നോക്ക്, 5 ഭാഗം ഇറങ്ങിയിട്ടുണ്ട് മലയാളത്തിൽ. മൗദൂദി സാഹിബിന്റെ കാലത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയിൽ ഭിന്നത എന്നൊക്കെ ആ ബുക്കിലുണ്ട്. മൗദൂദി സാഹിബ് രാജിവെക്കാൻ ഒരുങ്ങുന്ന സംഭവങ്ങളുണ്ട്. പ്രവർത്തകരുടെ നിലവാരമില്ലായ്മയിൽ അദ്ദേഹം സഹതപിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇത് അച്ചടിച്ച് ആളുകൾക്ക് കൊടുക്കണം. അങ്ങനത്തെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പത്രത്തിലെ ഒരു വാർത്തയാവരുത് നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാക്കുന്നതിന്റെയും മെച്ചപ്പെടുത്തുന്നതിന്റെയും അടിസ്ഥാനം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. ഇരിക്കട്ടെ, ഇവിടെ സമ്മേളനം നടക്കാൻ പോവുകയാണ്. അടുത്ത ജനുവരി 14-ാം തീയതി ഇവിടെ സമ്മേളനം നടക്കുമ്പോൾ എല്ലാ ജില്ലകളിലും ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 14-ന് നിങ്ങളുടെ ഈ വെളിപ്പാടകലെ ജമാഅത്ത് പ്രവർത്തകർ സംഗമിക്കുമ്പോൾ, അല്ലെങ്കിൽ നന്മേച്ചുക്കളായ ഈ ജില്ലയിലെ മുഴുവൻ ആളുകളും നന്മയിൽ നമുക്ക് പൊതുകാര്യത്തിൽ ഒന്നിച്ചു പോവാം എന്ന് താല്പര്യമുള്ളവരൊക്കെ സംഗമിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലാതെ പോകുന്നത് ഒരു കുറച്ചിലായിരിക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഈ കുറ്റിച്ചെറിയുടെ പാരമ്പര്യവും പൈതൃകവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുന്ന പൊതുകാര്യങ്ങളിൽ യോജിക്കാം. നിങ്ങൾ എല്ലാവരും കൂടി കൂട്ടത്തോടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരാവണം എന്നതല്ല ഞങ്ങളുടെ താല്പര്യം. പകരം നമ്മൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അത് ദൈവികമായ ലക്ഷ്യങ്ങളാണ്. ആ അള്ളാഹുവും റസൂലും നിർണയിച്ചു തന്ന ലക്ഷ്യങ്ങളുടെ നിർവഹണത്തിൽ വിശദാംശങ്ങളിലെ വിയോജിപ്പുകളെ മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചു പോകാൻ നമുക്ക് കഴിയുമെങ്കിൽ, പ്രത്യേകിച്ച് നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന ഒരു കാലത്ത് ആ പൊതു നന്മയ്ക്ക് വേണ്ടി ഒന്നിക്കുവാനും നീതിക്ക് വേണ്ടി ശബ്ദിക്കുവാനും മർദ്ദിതർക്ക് വേണ്ടി പ്രതിരോധമാകാനും നമുക്ക് കഴിയുമെങ്കിൽ, മർദ്ദിതർക്ക് വേണ്ടി പ്രതിരോധം തീർക്കാനും നമുക്ക് സാധിക്കുമെങ്കിൽ, അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കർമ്മം. അതായിരിക്കും ഒരുപക്ഷെ നമുക്ക് സ്വർഗപ്രാപ്തി നേടിത്തരുന്നത്. അങ്ങനെ ഇഹലോകത്തും നാളെ പരലോകത്തും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള പ്രയത്നം, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യം. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ഇഖാമത്തുദ്ദീനാണ് ഇതിന്റെ ലക്ഷ്യം. അള്ളാഹുവിന്റെ പ്രീതിയും പരലോക മോക്ഷവുമാണ് അതിനുള്ള പ്രേരകം എന്ന് പറഞ്ഞതുപോലെ ഇഹപര വിജയത്തിന് വേണ്ടിയുള്ള ഈ കർമ്മ പരിപാടികളെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ, കുറച്ചുകൂടി അടുത്ത്, ഇതിന്റെ എല്ലാ വിഷയങ്ങളിലേക്കും ഞാൻ പോയിട്ടില്ല. അതിലെ പ്രധാനപ്പെട്ട ചില ഇതിലൂടെ അങ്ങനെ കടന്നു വരികയും ചില വിശദാംശങ്ങളിലെ നിലപാടുകൾ വ്യക്തമാക്കുകയേ ചെയ്തിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ പഠിക്കണം, അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള ഒരു സന്മനസ്, അതിനുള്ള ഒരു പ്രേരണ, അതിനുള്ള ഒരു സന്നദ്ധത, അതിനുള്ള ഒരു സാഹചര്യം, അതിനുള്ള ഒരു തുറസ്, അതാണ് ഈ പരിപാടിയുടെ താല്പര്യം. അങ്ങനെ ഈ പരിപാടിയെ നാഥൻ വിജയിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് നിങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം ഈ ശബ്ദം കേട്ടവർക്ക് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകത്തിന്റെ സ്നേഹോഷ്മളമായ അനുമോദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.